ദൈവസഭ്യമായി ദൈവം നൽകി തന്നിരിക്കുന്ന ഈ കൂട്ടായ്മയ്ക്കായി ഞാൻ കർത്താവിന് സകല മാനവും മഹത്വവും കരയറ്റുന്നു. വചനത്തിലേക്ക് വേഗം തന്നെ ഞാൻ കടക്കുവാൻ താല്പര്യപ്പെടുകയാണ്. മുഖവുരകളൊന്നും പറഞ്ഞ് സമയം ദീർഘമാക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്കറിയാം, ലോകമെമ്പാടവും ഇന്നൊരു പ്രത്യേക ദിനമായിട്ട്, അല്ലെങ്കിൽ ക്രൈസ്തവർ പ്രത്യേക നിലയിൽ മനസ്സിലാക്കുന്ന ഒരു ദിനമാണ്. അതിൻ്റെ ഒരു വശവും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. വർഷത്തിൽ ഒരിക്കൽ മാത്രമല്ല, എല്ലാ ദൈവവേദന്റെ ഹൃദയത്തിൽ എന്നും ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഫ്രഷ് ആയിട്ട്, ഒരു എവർ ഫ്രഷ് മെമ്മറി ആൻഡ് എക്സ്പീരിയൻസ് ആയിട്ട് നിലനിൽക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ദൈവവചനത്തിൽ കൂടി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് നയിക്കുന്ന പക്ഷം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ എങ്ങനെ ലോകം അതിനെ മനസ്സിലാക്കുന്നു എന്നുള്ള വിഷയമല്ല. ദൈവമക്കളാകുന്ന നാം അല്പം കൂടെ ആഴമായി ഈ കൂട്ടായ്മയിൽ കൂടി കർത്താവിനെ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും, കർത്താവിന്റെ ഇഷ്ടം മനസ്സിലാക്കി ജീവിതത്തിൽ ഓരോ ചുവടുകളും എടുത്തു വെക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിലെ ദൈവവചന ചിന്തയ്ക്ക് എന്ത് ശുശ്രൂഷിക്കണം, അല്ലെങ്കിൽ ഇങ്ങനൊരു ക്ഷണം എന്നെ സമീപിച്ചു വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി തീർന്നു. ആ പ്രാർത്ഥനയുടെ നടുവിലും ആ ദിവസങ്ങളിലെ കർത്താവിനോട് ഞാൻ ചോദിക്കുന്ന ആ സമയത്തൊക്കെയും ഒരു വ്യക്തത പല ദിവസങ്ങളിലും ഇല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു രാത്രിയിൽ കർത്താവ് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പകർന്ന ഒരു ആലോചനയാണ്, ഒരു ഭാഗമാണ്. അവിടേക്കാണ് ദൈവജനത്തെ ഞാൻ ദൈവജനത്തിന്റെ ശ്രദ്ധയെ ഞാൻ വേഗം തിരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. തീത്തോസിന്റെ ലേഖനം ആണ് ഇന്നത്തെ നമ്മൾ ധ്യാനത്തിനായി എടുക്കുന്ന വേദഭാഗം. തീത്തോസിന്റെ ലേഖനം പേരുകൊണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. പക്ഷേ നാം അധികം ധ്യാനിക്കാത്ത ഒരു വേദഭാഗമാണെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. കാരണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും തീത്തോസിന്റെ ലേഖനം ആസ്പദമാക്കി അധികം ധ്യാനങ്ങളോ വചന ശുശ്രൂഷകളോ കേട്ടിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. ഇന്ന് ഈ പ്രഭാതത്തിലും കർത്താവിന്റെ കൃപ അനുവദിക്കുന്ന പക്ഷം നാം തുടർന്നും ഈ ലേഖനത്തിൽ നിന്നുകൊണ്ട് കർത്താവിന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും സംസാരിക്കാനുള്ള ചില പ്രസക്തമായ ആലോചനകളാണ് ദൈവം മുൻപാകെ ഞാൻ പ്രസ്താവിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യമാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാൻ ആധാരമായി എടുക്കുന്ന വാക്യം. അതിൽ നിന്നുകൊണ്ട് ആണ് നാം മുൻപോട്ട് ദൈവവചനം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിച്ചാൽ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പൗലോസ് തീത്തോസിന് എഴുതുന്ന കത്തിലെ ഒരു പ്രസക്ത ഭാഗമാണ്, ഒരർത്ഥത്തിൽ ഹൃദയ ഭാഗമാണ്. ഈ 11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ് നാം ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഈ വാക്യത്തിൽ ഉള്ള ആത്മീക സത്യങ്ങൾ നാം തിരിച്ചറിയുന്നതിന് മുൻപ് അല്പമായി ഈ ലേഖനത്തെ ഒന്ന് ആകമാനം മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്കറിയാം, ഇത് പൗലോസ് എഴുതിയ ലേഖനങ്ങളിലെ ഒരു ലേഖനമാണ്. പൗലോസിന്റെ 13 ലേഖനങ്ങളിലെ ഒരു പ്രത്യേക ലേഖനമാണ് തീത്തോസിന്റെ ലേഖനം. സാധാരണ നാം അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഇടയ ലേഖനം, പാസ്റ്റോറൽ എപ്പിസിൽസ്. സഭകൾക്ക് എഴുതിയ പൊതുവായ ലേഖനത്തിൽ നിന്ന് വ്യത്യസ്തമായി തിമോത്തിയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും ഫിലമോന്റെ ലേഖനവും ഇടയ ലേഖനങ്ങളായി നാം വിശേഷിപ്പിക്കാറുണ്ട്. അത് അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം ഇത് ഒരു ചില വ്യക്തികൾക്ക് എഴുതിയ പേഴ്സണൽ കറസ്പോണ്ടൻസാ, പേഴ്സണൽ ലെറ്റേഴ്സാ. മറ്റത് പൊതുസഭകൾക്ക് എഴുതിയപ്പോൾ ഇത് വ്യക്തികൾക്ക് എഴുതിയ ലേഖനമാണ്. എന്നാൽ പേഴ്സണൽ കറസ്പോണ്ടൻസ് ഒക്കെ മറന്നുപോയ ഒരു കാലമാണ്. ഇന്ന് നമ്മൾ മാക്സിമം വാട്സാപ്പും ഇമെയിലും ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അറിയത്തില്ല, ഈ പേഴ്സണൽ കറസ്പോണ്ടൻസിന്റെ യഥാർത്ഥമായ ഒരു അർത്ഥം പലപ്പോഴും അറിയത്തില്ല. There was a time when we used to send letters and we used to wait for weeks. ആഴ്ചകൾ നമ്മൾ കാത്തിരുന്ന് ഒരു കത്ത് കൈപ്പറ്റുവാൻ നോക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇൻസ്റ്റന്റ് മെസ്സേജിങ്ങിൽ നാം എത്തി നിൽക്കുക. എന്നാൽ പൗലോസ് തന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ചില പ്രിയപ്പെട്ടവർക്ക് എഴുതുന്ന ഈ പേഴ്സണൽ ലെറ്റേഴ്സും പരിശുദ്ധ ആത്മാവ് പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയത്
അതിന് ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഈ പേഴ്സണൽ ലെറ്റേഴ്സിൽ നൽകുന്ന ദൂതുകൾ ആ വ്യക്തികൾക്ക് മാത്രമല്ല, ആ വ്യക്തികൾ നിലനിൽക്കുന്ന സഭകൾക്കുള്ള ദൂത. ഇന്ന് നമ്മൾ ടൈറ്റസ് 2:11 നമ്മൾ കുറിവാക്യമായി എടുത്തു. ഈ ടൈറ്റസിന്റെ ഈ ലെറ്റർ നാം ഒരുമിച്ച് ഒന്ന് ആകമാനമായി അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കിയിട്ട് ഈ വചനത്തിൽ കടക്കാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം അതിന്റെ പശ്ചാത്തലം മനസ്സിലായാലേ ഇവിടുത്തെ ദൂത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. പൗലോസ് വ്യക്തികൾക്കാണ് ഈ കത്ത് എഴുതുന്നത്, നോ ഡൗട്ട്. പക്ഷെ വ്യക്തികൾക്ക് എഴുതുമ്പോഴും, ഈവൻ ദോ ഇറ്റ്സ് എ പേഴ്സണൽ ലെറ്റർ, ദ ചർച്ച് ഇസ് ഇൻവോൾവ്ഡ്. ദർ ഇസ് എ ചർച്ച് ഇൻസൈറ്റ്. ഈ വ്യക്തിപരമായ കത്തുകൾ കൈപ്പറ്റുന്ന ശുശ്രൂഷകന്മാർ, ശുശ്രൂഷിക്കുന്ന സഭകളുണ്ട്. ഇവിടെ ഷിബു പാസ്റ്ററുടെ ചർച്ചിൽ ഞാൻ വചനം പറയുമ്പോൾ ഞാൻ ഷിബു പാസ്റ്ററോട് മാത്രമല്ല സഭയോടുള്ള ദൂതാണ് പറയുന്നത്. അതുപോലെ തന്നെ തീത്തോസിന് കത്തെഴുതുമ്പോൾ തീത്തോസിന് മാത്രമുള്ള ദൂതല്ല, തീത്തോസ് ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയ്ക്കും എക്കാലത്തുമുള്ള ദൈവമക്കൾക്കുമുള്ള ചില നിത്യസത്യങ്ങളാണ്, ആലോചനകളാണ് പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് ലെറ്റർ ഇസ് പേഴ്സണൽ, ബട്ട് ദിസ് ലെറ്റർ ഇസ് ടു ദ ചർച്ച്. ടു ദ ചർച്ച്. ബിക്കോസ് ഫോർ പോൾ എവറിഥിങ് റിവോൾവ്ഡ് അറൌണ്ട് ദ ചർച്ച്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം സഭ എന്ന ആശയത്തെ ചുറ്റിപ്പറ്റി നിന്നു. അത് ദൈവമക്കൾ ഒന്ന് മനസ്സിലാക്കണം. മുന്നോട്ട് വചനത്തിൽ കടക്കും. നമ്മൾ ഇത് ഒരുമിച്ച് ഇതിൽ മുന്നേറുകയാണ്. നിങ്ങൾ എന്റെ കൂടെ വരണം. ശ്രദ്ധയൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. ഐ വോണ്ട് യുവർ പ്രഷ്യസ് അറ്റൻഷൻ, അൺഡിവൈഡഡ് അറ്റൻഷൻ. മേ ദി ലോർഡ് ഹെൽപ്പ് us. പൗലോസിന് എല്ലാം ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ചർച്ച്. എല്ലാം സഭയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ത് പറഞ്ഞാലും, എന്ത് ചെയ്താലും, എന്ത് പ്രവർത്തിച്ചാലും, കത്തെഴുതിയാലും there is nothing private about Paul. Even the most private part of Paul's life is intrinsically and very deeply connected to the church. പൗലോസിനെല്ലാം ദൈവസഭയുമായി ബന്ധപ്പെട്ടിരിക്കുക. അതിനൊരു കാരണമുണ്ട്. ദൈവമക്കൾ അത് മനസ്സിലാക്കണം. അതൊരു ആദ്യ ദൂതായിട്ട് തന്നെ ഏറ്റെടുത്തോണം. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് ഒരിക്കൽ സഭയെ പീഡിപ്പിച്ച വ്യക്തിയാണ്. We all know that. I don't need to again explain that. Paul was a persecutor of the church. പക്ഷെ ഒരിക്കൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ജീവനുള്ള ദൈവവുമായിട്ട്, യേശു കർത്താവുമായിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോൾ ആ നിമിഷം തന്റെ ലൈഫിന്റെ ട്രജക്ടറി മാറി, തന്റെ ലൈഫിന്റെ ലക്ഷ്യം മാറി, ലക്ഷ്യവും ആ നടപ്പിന്റെ ദിശ മാറിയെന്ന് മാത്രമല്ല, ഞാനൊരു ചോദ്യമായിട്ട് തന്നെ നിങ്ങളുടെ മുൻപാകെ വെക്കട്ടെ. പൗലോസ് അപ്പോസ്തലന് ഏറ്റവും ആദ്യം കിട്ടിയ വെളിപ്പാട് എന്താ? വെളിപ്പാടിന്റെ ആധിക്യങ്ങളുള്ള വ്യക്തിയാണ് പൗലോസ് എന്ന് ഇപ്പോൾ എന്നെ കേൾക്കുന്ന സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. ബട്ട് ലെറ്റ് മീ ആസ്ക് യു, what was the first revelation that God gave his apostle Paul? പൗലോസ് എന്ന അപ്പോസ്തലന് ദൈവം കൊടുത്ത ആദ്യത്തെ വെളിപ്പാട് എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ മനസ്സ് പലയിടങ്ങളിൽ പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങളോട് അൺമ്യൂട്ട് ചെയ്ത് പറയത്തില്ല. പക്ഷെ ഒരു ഫിസിക്കൽ കോൺഗ്രിഗേഷൻ ആയിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളോട് ഞാൻ ചോദിച്ച് അത് മനസ്സിലാക്കി എന്നിട്ടേ ഞാൻ മുൻപോട്ട് പോകത്തുള്ളൂ. പക്ഷെ അത് ഞാൻ ഇപ്പോൾ തുനിയുന്നില്ല. ലെറ്റ് മീ ഗിവ് ഇറ്റ് ടു യു വെരി പ്ലെയിൻലി. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ തന്നെ ആദ്യ വെളിപ്പാടുണ്ട്. 9-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാനിപ്പോൾ എടുത്തു വായിപ്പിക്കുന്നില്ല. അങ്ങനെ വേദഭാഗങ്ങൾ എടുത്തു വായിപ്പിച്ചാൽ അത് നമ്മുടെ ടൈമിനെ അത് കവരുവാൻ ഇടയായി തീരും. ബട്ട് നമുക്കറിയാവുന്ന ഭാഗമാണ്. 9-4-5 കർത്താവ് പൗലോസിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, വൈ ഡു യു പെർസിക്യൂട്ട് മീ? വൈ ഡു യു പെർസിക്യൂട്ട് മീ? പോൾ വാസ് ഷോക്ക്ഡ്. കാരണം പൗലോസ് ദൈവത്തെയോ കർത്താവിനെയോ ഇന്നുവരെ ഉപദ്രവിച്ചിട്ടില്ല. കർത്താവിന്റെ പേരെടുത്ത് ജീവിക്കുന്ന ഒരു പറ്റം സാധുക്കളായവരെ ഉപദ്രവിച്ചുള്ളു, അവരെ നിഷ്ഠൂരമായി പീഡിപ്പിച്ചു. ഹി വാസ് എ സാഡിസ്റ്റ്. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ കർത്താവ് ചോദിക്കുന്നത്, വൈ ഡു യു പെർസിക്യൂട്ട് മീ? ആ ചോദ്യത്തിൽ പൗലോസിന് കിട്ടിയ ആദ്യത്തെ വെളിപ്പാട് എന്താണെന്നറിയാമോ? പെർസിക്യൂട്ടിംഗ് ദ ചർച്ച് ഇസ് പെർസിക്യൂട്ടിംഗ് ജീസസ്. Church is the extension of Jesus. Church is the body of Christ. എന്നെ കേൾക്കുന്ന ബ്രിസ്റ്റോളിലെ ദൈവമക്കളെ, ഈ വെളിപ്പാട്, ഇത് അറിവായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് വെളിപ്പാടായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ആദ്യ സെഷനിൽ ഇറങ്ങണം. പൗലോസ് എന്ന അപ്പോസ്തലൻ നമ്മുടെ മുൻപാകെ കാണിക്കുന്ന മാതൃക, there is nothing
other than the church if you dig into Paul's heart. പൗലോസിന്റെ ഹൃദയത്തിലെ നെഞ്ചിലിടുപ്പ് എന്ന് പറഞ്ഞാൽ ചർച്ച്. ഒരു പ്രത്യേക ലോക്കൽ ചർച്ചാണെന്ന് ഞാൻ പറയുന്നില്ല, അത് ലോക്കൽ ചർച്ചും ഇൻക്ലൂഡഡ്. പക്ഷെ ചർച്ചാണ്. കാരണം യേശുവിനെ റിപ്രസെന്റ് ചെയ്യുകയും യേശുവിനെ പീഡിപ്പിച്ചാൽ ഞാൻ ചർച്ചിനെയാണ് പീഡിപ്പിക്കുന്നത്. പിന്നെ പൗലോസിന്റെ ജീവിത ലക്ഷ്യം എന്തുവാ? യേശുവിനെ സ്നേഹിക്കണം, യേശുവിന് വേണ്ടി ഒരു തീവ്രവാദിയായി, ഒരു പാഷനേറ്റ് ഒരു വ്യക്തിയായി മാറി. സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു പാഷൻ ഉണ്ടായി. അത് പൗലോസിന്റെ വാക്കുകളിൽ വ്യക്തം. ഒന്ന് നോട്ട് ചെയ്താൽ മതി. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യം. തന്റെ സ്വന്തം രക്തം കൊണ്ട് സമ്പാദിച്ച ആട്ടിൻകൂട്ടമാകുന്ന സഭയെ പരിപാലിക്കണമെന്നാണ് അവിടുത്തെ വിഷയം. ചർച്ച് ഈസ് ദ പ്രൈസ് ഓഫ് ദ ബ്ലഡ് ഓഫ് ദ ക്രോസ്. ക്രൂശിലെ രക്തത്തിന്റെ വില എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ചർച്ച്. ആ രക്തത്തിന്റെ വിലയെ ഉപദ്രവിച്ച പൗലോസ് വെളിപ്പാട് പ്രാപിച്ചപ്പോൾ ഒരു കാര്യം തനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ജീവിച്ചാലും മരിച്ചാലും എന്ത് ചെയ്താലും ഇറ്റ് ഈസ് ഫോർ ദ ചർച്ച്. ഐ സ്റ്റാൻഡ് ഫോർ ദ ചർച്ച്. If I write a letter, it is to the church. If I write a letter to an individual, it is also to the church. Everything is about the church because Jesus gave his life for the church. Good Friday-യുടെ പർപ്പസ് എന്താ? എന്തിനാണ് യേശു കർത്താവ് ലോക പാപത്തിന് വേണ്ടി യാഗമായി തീർന്നെന്ന് ചോദിച്ചാൽ, ഒരു ആട്ടിൻകൂട്ടത്തെ തന്റെ രക്തം കൊണ്ട് സമ്പാദിക്കുവാൻ വേണ്ടി, ഒരു സഭയെന്ന സൗധത്തെ പണിയുവാൻ വേണ്ടി. ഈ ചർച്ചിന് വേണ്ടിയാണ് പൗലോസ് പിന്നെയുള്ള ജീവിതം മൊത്തം നിലനിന്ന്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഫോർ വാട്ട് ഡു യു സ്റ്റാൻഡ്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നത്? ആർ യു ഫോർ ദ ചർച്ച്? ഡസ് ചർച്ച് ബ്രിങ് എൻ എക്സൈറ്റ്മെന്റ് ഇൻ യു? സഭ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ, ദൈവ മക്കൾ എന്ന് പറഞ്ഞാൽ, അത് നിങ്ങളിൽ ഒരു ആവേശമാണോ? നിങ്ങൾക്കൊരു വികാരമാണോ? ഈ ദൈവ മനുഷ്യനെ നോക്കിയേ, എനിക്ക് ഇത് പറയാതിരിക്കാൻ തരമില്ല. ഈ ദൈവ മനുഷ്യനെ നോക്കിയേ. ഫോർ ഹിം ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ദ ചർച്ച്. ഒരു കൊരിന്ത്യ ലേഖനത്തിൽ ഒരു പ്രത്യേക ഭാഗത്തിൽ വരുമ്പോൾ താൻ അനുഭവിക്കുന്ന കഷ്ടതയെല്ലാം പറഞ്ഞിട്ട്, അതിലെല്ലാം മേളിൽ സകല സഭകളുടെ ഭാരം ഞാൻ വഹിക്കുന്നു. ഓൾ ദ ചർച്ച്, അതിന്റെ ബേർഡൻ. ഒരിക്കലും കാണാത്ത കൊലോസിനെ കുറിച്ച് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തൊരു പോരാട്ടം കഴിക്കുന്നു. ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, ബട്ട് യു ആർ പാർട്ട് ഓഫ് ദ ചർച്ച് ആൻഡ് ഐ എം സ്ട്രഗ്ലിംഗ്, ഐ എം ഫൈറ്റിംഗ്, ഐ എം wrestling ഫോർ യു ബിക്കോസ് ഹി ഈസ് ഡോമിനേറ്റഡ്, ഹി ഈസ് പാഷനേറ്റ് അബൌട്ട് ദ ചർച്ച്. ഐ എം നോട്ട് ആസ്കിംഗ് whether you are for the pastor or against the pastor. I am asking whether you are for the church or against the church. Are you for the church? കൂട്ടായ്മ കൂടുന്നുണ്ടെന്നല്ല ചോദ്യം. എത്ര ദശാംശം ഇടുന്നുണ്ടെന്നല്ല ചോദ്യം. സഭയിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നല്ല ചോദ്യം. നിങ്ങൾ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ബ്രിസ്റ്റോളിൽ ഉണ്ടെങ്കിൽ ആ പട്ടണം അറിയും, ഈ പട്ടണത്തിലും ലോകത്തെ കീഴിന്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നിട്ടുണ്ടെന്ന്. എന്താണ് നമ്മൾ എഫക്റ്റീവ് ആകാത്തത്? നമുക്ക് നമ്മുടെ പേഴ്സണൽ അജണ്ടയാണ്, നമ്മുടെ വ്യക്തി താല്പര്യങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത്. ചർച്ച് എന്ന വിഷൻ, ചർച്ച് എന്ന വെളിപ്പാട് നമ്മളിലില്ല. ഒരിക്കൽ കമാൻഡർ ഓഫ് ദ ലോർഡ്സ് ആർമി, ഞാനിത് പറയാനിരുന്നതല്ല, ഒരിക്കൽ യോശുവയുടെ അടുത്ത് വന്ന് യോശുവയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ യോശുവയുടെ ആദ്യത്തെ ചോദ്യം, നീ ഞങ്ങളുടെ പക്ഷത്തുള്ളവനാണോ ശത്രുപക്ഷത്തുള്ളവനാണോ? എന്നാ ആ സേനാധിപൻ, ആ ക്രിസ്തു യേശുവിന്റെ ഒരു പ്രീ ഇൻകാർണേറ്റ് അപ്പിയറൻസ് ആണെന്ന് വേദപണ്ഡിതന്മാർ പറയാറുണ്ട്. എന്ത് തന്നെ ആയാലും ആ കമാൻഡർ ഇൻ ചീഫ് പറഞ്ഞത്, ഞാൻ നിന്റെ പക്ഷക്കാരനുമല്ല ശത്രുപക്ഷക്കാരനുമല്ല, ഞാൻ യഹോവയുടെ പക്ഷക്കാരനാണ്. സഭയിൽ യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരാണെന്ന് അറിയാമോ? സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നവനാ. സഭയിൽ ഒരു വ്യക്തിയുടെ വേദന കണ്ടാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പോരായ്മ കണ്ടാൽ 4 പേരോട് പറയുന്ന വ്യക്തിയല്ല സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. ആ സഭയിൽ എന്തു കുറവ് വന്നാലും ഇത് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ്, ഇതിന്റെ മാനമാണ് എന്റെ മാനം, ഇതിന്റെ വളർച്ചയാണ് എന്റെ വളർച്ച, ഇതിന്റെ അനുഗ്രഹമാണ് എന്റെ കുടുംബത്തിന്റെ അനുഗ്രഹം എന്ന് തിരിച്ചറിഞ്ഞ് സഭയോട് ചേർന്ന് നിൽക്കുന്നവരെ ദൈവിക പദ്ധതിയിൽ മുൻപോട്ട് പോകത്തുള്ളൂ. ഞാൻ ആ വിഷയം അവിടെ വിടുവാൻ താല്പര്യപ്പെടുകയാണ്. പോൾ വാസ്
captivated and his mind was encapsulated by the church. ഈ ദിവസങ്ങളിൽ, ഈ 3 ദിവസത്തെ കൂട്ടായ്മയിൽ ഈ സഭയുടെ വെളിപ്പാടിനാൽ കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ. ഈ പൗലോസ് തീത്തോസ് എന്ന വ്യക്തിക്ക് കത്തെഴുതുമ്പോൾ പറഞ്ഞ ചില വാചകങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. 5-ാം വാക്യം, 1-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് അല്പം കൂടെ വ്യക്തത കിട്ടും ഈ കത്തെഴുതാനുള്ള സാഹചര്യം. 1-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ ക്രേറ്റയിൽ നിന്ന് എന്നെ വിട്ടിട്ട് പോകുന്ന ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ എന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണത്തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. ഞാൻ ക്രേത്തയിൽ നിന്നെ ആക്കി വെച്ച് പോയതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. പൗലോസ് തീത്തോസിനോട് പറയുകയാണ്, ടൈറ്റസ് 1:5, ഫോർ ദിസ് റീസൺ ഐ ലെഫ്റ്റ് യു ഇൻ ക്രേറ്റെ. എന്നാൽ ഇവിടെ ഒരു കാര്യം വ്യക്തമായി, പൗലോസ് തീത്തോസ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ, തീത്തോസ് ആരാണെന്ന് നാം ഉടനെ നോക്കാൻ പോവുകയാണ്, എന്നാലും പൗലോസ് തീത്തോസ് എന്ന വ്യക്തിയെ ക്രേത്ത എന്ന സ്ഥലത്താക്കി. എന്തിനാക്കിയെന്ന് ചോദിച്ചാൽ അവിടെ ചില കാര്യങ്ങളുണ്ട്, അവിടേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ആ ദേശത്തുള്ള ദൈവസഭയ്ക്ക് ചില ആത്മീക ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുവാനും ചില ഡിസിഷൻസ് എടുക്കുവാൻ വേണ്ടി പൗലോസ് തീത്തോസിനെ ക്രേത്തയിലാക്കി. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ചർച്ച്. അഗെയിൻ ദ ടോപ്പിക് ഇസ് ദ ചർച്ച്. 5-ാം വാക്യം മുതലേ സഭയിൽ മൂപ്പന്മാരെ സ്ഥാപിക്കുന്ന വിഷയമാണ്. അവിടേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. എന്നാൽ ഈ ക്രേത്ത എന്ന് പറഞ്ഞൊരു സ്ഥലം, അതൊരു ദ്വീപ. അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അല്പം കൂടെ നമുക്ക് വായിക്കാം. പൗലോസ് റോമിലേക്ക് നടത്തിയ ദുർഘടകരമായ യാത്രയിൽ അവർ ഇടയ്ക്ക് സ്റ്റക്കായ, അവരിടയ്ക്ക് ചെന്നുപെട്ട ഒരു ദ്വീപാണ് ക്രേത്ത. അവരധികം അവിടെ പാർത്തില്ല. പൗലോസിനോട് പാർക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ശീതകാലം അടുത്ത് വന്നതുകൊണ്ട് ക്യാപ്റ്റൻ പറഞ്ഞു, വി വിൽ നോട്ട് സ്റ്റേ ഹിയർ, വി വിൽ മൂവ് ഓൺ. അങ്ങനെ ഒരു ദ്വീപിനെ കുറിച്ചുള്ള മെൻഷൻ അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. പക്ഷെ അപ്പോസ്തല പ്രവൃത്തിയിലെ യാത്രകളിലോ അപ്പോസ്തല പ്രവൃത്തിയിലെ 3 മിഷണറി പര്യടനങ്ങളിലോ റോമിലേക്കുള്ള യാത്രയിലോ ക്രേത്തയിൽ ഒരു സഭയുള്ളതായിട്ടോ ക്രേത്തയിൽ ദൈവമക്കൾ ഉള്ളതായിട്ടോ ക്രേത്തയിൽ ഒരു ആത്മീക പ്രവർത്തനം നടന്നതായിട്ടോ ഒരു തെളിവുമില്ല. തീത്തോസിലെ ലേഖനത്തിൽ വരുമ്പോൾ പൗലോസ് തീത്തോസ് എന്ന വ്യക്തിയോട് പറയുകയാണ്, ഐ ഹാവ് ലെഫ്റ്റ് യു അറ്റ് ക്രേറ്റ്. അതിന്റെ അർത്ഥം പൗലോസും തീത്തോസും ഈ പട്ടണത്തിൽ, ഈ നാട്ടിൽ, ഈ ദ്വീപിൽ വന്നു. അവള് തീത്തോസിനെ ആക്കിയിട്ട് പൗലോസ് പോയി. അതിന്റെ അർത്ഥം ക്രേത്തയിൽ ഒരു കൂട്ടായ്മയുണ്ട്, ഒരു പ്രവർത്തനം നടന്നു. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ന്യായമായ ചോദ്യം. 1-ാമത്തെ മിഷണറി യാത്രയിൽ ക്രേത്തയിൽ പോയില്ല, 2-ാമത്തെയോ 3-ാമത്തെയോ യാത്രയിൽ പോയില്ല. പിന്നെ ഇത് എപ്പോഴാ സംഭവിക്കുന്നത് എന്നുള്ളൊരു ന്യായമായ ചോദ്യമുണ്ട്. ഇവിടെ എങ്ങനെ ദൈവസഭ ഉണ്ടായെന്ന് ഒരു ചോദ്യമുണ്ട്. അതിന് പല ഉത്തരങ്ങൾ വേദം പണ്ഡിതന്മാർ അല്ലെങ്കിൽ വചനം പഠിക്കുന്നവർ നൽകുന്നുണ്ട്. എങ്കിലും അതിലൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ 17 ഭാഷക്കാരാണ് ആ ഒരു ആത്മപ്രവൃത്തിക്ക് ദൃക്സാക്ഷികളായി മാറിയത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ചരിത്രത്തിൽ ദൈവസഭയുടെ സ്ഥാപനം നടക്കുകയാണ്. അന്ന് ഒരു ഗംഭീര പ്രസംഗം, പാപബോധം നൽകുന്ന, ഹൃദയങ്ങളെ കീറി മുറിക്കുന്ന ഒരു ദൂത് പത്രോസ് ആത്മാവിൽ നൽകി. അന്ന് 3000 പേര് ദൈവസഭയോട് ചേർന്നു. വീണ്ടും വിഷയം സഭയാണെന്ന് മറക്കരുത്. ഓക്കെ, അവിടെ ആ 17 ഭാഷക്കാരിൽ ഒരു കൂട്ടരാണ് ക്രേത്തർ. എന്നാ ഒരു ചിന്ത, ഈ പെന്തക്കോസ്ത് നാളിലെ ഉണർവിന്റെ അനന്തര ഫലമായി അവിടെ നിന്ന് മടങ്ങിപ്പോയവരായിരിക്കും ക്രേത്തയിൽ സഭ സ്ഥാപിച്ചത്. മേ ബി ദാറ്റ് ഇസ് പോസിബിൾ. അതല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് അത് സത്യമായിരിക്കും. ഒരു കൂട്ടർ യഹൂദ വിശ്വാസികൾ മടങ്ങി വന്നു. പൗലോസ് ക്രേത്ത എന്ന ദ്വീപിൽ കാലുവെച്ച ആ നിമിഷം, ആ 27-ാം അധ്യായത്തിലൊന്നും ഞാൻ പോകുന്നില്ല. പൗലോസ് ആ ദ്വീപിൽ ചെന്നപ്പോൾ അവിടെ സഭയുടെ ആവശ്യകത ഉണ്ടെന്ന് മനസ്സിലാക്കിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം പൗലോസ് എന്ന മനുഷ്യൻ എവിടെ ചെന്നാലും അദ്ദേഹത്തിന് വേറെ അജണ്ടയൊന്നുമില്ല. ഇവിടുത്തെ ഏറ്റവും നല്ല ഹോട്ടൽ എന്താണെന്നോ, നമ്മളൊരു നാട്ടിൽ ചെന്നാൽ ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസ് എന്താണെന്നോ പലപ്പോഴും പാസ്റ്റർമാർ ആദ്യം അതാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായിട്ട് അറിയാമല്ലോ, പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഒരു നാട്ടിൽ പോയപ്പോൾ ഞാൻ എനിക്ക് ഒരിടത്തും പോകണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അവർ ഞെട്ടിപ്പോയി. കാരണം അവര് കണ്ടിട്ടുള്ളത് എല്ലാവരും ആദ്യം ഒരു സൈറ്റ് സീയിങ് ഒക്കെ. കുഴപ്പമില്ല, തെറ്റില്ല, എന്റെ വിഷയം അതല്ല. ഓക്കെ, പൗലോസിന്റെ ഒരു പ്രത്യേകത, ഏത് നാട്ടിൽ ചെന്നാലും പൗലോസിന് കാണാമെന്ന് ചർച്ച്. ഈ ദേശത്ത് ചർച്ചിന് സാധ്യതയുണ്ടോ?
അങ്ങനെ ചർച്ചാണ് തന്റെ ഉള്ളിൽ കത്തി നിൽക്കുന്നത്. ഞാൻ ഈ വചനത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കിയത് മാത്രമല്ല, എന്നെ കർത്താവിൽ നയിക്കുന്ന ദൈവദാസൻ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആൽബി എവിടെ പോയാലും അവിടെ നോക്കണം, ശുശ്രൂഷിക്കാൻ വിളിച്ചാലും എവിടെ പോയാലും, ഈസ് ദെയർ എ പോസിബിലിറ്റി ഫോർ എ ചർച്ച്? ചർച്ച് ഷുഡ് എക്സൈറ്റ് യു. ഞാനത് വചനത്തിൽ കൂടിയും എന്നെ നടത്തുന്നവരിൽ കൂടി മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ദൈവജനത്തിന്റെ ആത്മീക വർധനവിന് ഞാൻ പകർന്നു കൊടുക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഈ ദൈവസഭയിൽ കൂടി അനേക ഇടങ്ങളിൽ സഭാസ്ഥാപനങ്ങൾ നടന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അത് അന്നത്തെ അനുഭവങ്ങളാണ്, ഇന്നെങ്ങനെയാണെന്നും എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു ദേശത്താക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ പ്രോസ്പെക്റ്റിന് വേണ്ടി മാത്രമല്ല, നമ്മളെ ആക്കിയിരിക്കുന്ന ദേശത്ത് ദൈവത്തിന്റെ നാമം ഉയരണം, അവിടെ ദൈവസഭ പണിയപ്പെടണം, ജനം വിടുവിക്കപ്പെടണം. വി ഡു നോട്ട് എക്സിസ്റ്റ് ഫോർ ourselves, we exist for God's glory and the building up of his church. ദൈവസഭ അത് മറക്കരുത്. ദൈവസഭയെ കർത്താവ് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവസഭയ്ക്ക് അതിനെക്കുറിച്ച് അനുഭവമുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന ദൂത് മറ്റേതു സഭയെക്കാളും ഏറ്റെടുക്കുവാനും മനസ്സിലാക്കാനും പ്രാപ്തിയുള്ളവരാണ് നിങ്ങൾ. എവിടെങ്കിലും ആ ദർശനത്തിന് മങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കണം. Wherever we are placed, whatever job we do, whatever financial prospect we have, only one thing: God's kingdom, God's glory, and his church must be established through me and my family. Let God renew our vision, this fasting prayer. ഈ ക്രേത്തയിൽ പൗലോസ് വന്നപ്പോൾ പൗലോസിന് മനസ്സിലായി ഇവിടെ പ്രവർത്തനത്തിന് സാധ്യതയുണ്ട്. പക്ഷെ പൗലോസ് എങ്ങോട്ടാ പോകുന്നത്? റോമിലേക്ക് പോകുക, ചക്രവർത്തിയുടെ മുൻപാകെ നിൽക്കാൻ പോകുക. ഒരിക്കൽ റോമിന് കത്തെഴുതിയപ്പോൾ താൻ പറഞ്ഞു, ഞാൻ ഇവിടെ മാത്രമല്ല ഈ ദേശങ്ങളെല്ലാം സുവിശേഷം പറഞ്ഞു, ഇനി ഞാൻ സ്പെയിനിൽ മാത്രം പോയാൽ മതി എന്ന് ഒരിക്കൽ പറഞ്ഞു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, ക്രേത്തയിൽ കൂടി സഞ്ചരിച്ചപ്പോൾ പൗലോസിന് മനസ്സിലായി, സ്പെയിനിൽ പോകുന്നൊക്കെ ഇവിടെ നിൽക്കട്ടെ, ക്രേത്തയിലും ഒരു പ്രവർത്തനത്തിന് സാധ്യതയുണ്ട്. ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്, പൗലോസിനെ ആദ്യം ഇംപ്രസൻ ചെയ്തെങ്കിലും he was left as a free man again. He was freed. അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിലോ ബൈബിളിലോ വലിയ പരാമർശങ്ങളില്ല. നമുക്ക് ഈ ഇടയ ലേഖനങ്ങൾ ഒരുമിച്ച് കോർത്തിണക്കുമ്പോൾ അത് മനസ്സിലാക്കാം. പൗലോസ് ഇപ്പോ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ, നിക്കോപോളിസിൽ ഞാൻ നിനക്കായി കാത്തിരിക്കും. സോ പോൾ ഇസ് നോട്ട് റൈറ്റിംഗ് ദിസ് ഫ്രം പ്രിസൺ. പോൾ ഇസ് എ ഫ്രീ മാൻ. പൗലോസിനെ ഒരിക്കൽ തടവരയിലാക്കി പിന്നെ തന്നെ ഫ്രീ ആയിട്ട് വിട്ടപ്പോൾ, I understand that Paul went with Titus and established this church in Crete. ആ പ്രവർത്തന ഫലമായി ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് ഈ തീത്തോസ് എന്ന ദൈവദാസൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭ. ആ ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള ദൂതുകളാണ് ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ദൈവസഭയുടെ ദർശനമുള്ള ദൈവദാസൻ അവിടെ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ ഒരു കൂട്ടായ്മ. ഈ തീത്തോസ് എന്ന വ്യക്തിയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗം വിഷയത്തിൽ മുന്നേറുവാൻ താല്പര്യപ്പെടുകയാണ്. പൗലോസ് സഭയാൽ പാഷനേറ്റായി, സഭയെന്ന വെളിപ്പാട് പേറിക്കൊണ്ട് നടക്കുന്ന വ്യക്തിയായി നമ്മൾ കണ്ടു. പൗലോസിന്റെ യാത്രയിൽ അവിചാരിതമെന്ന് ചിന്തിക്കാം, പക്ഷേ കർത്താവിന്റെ ഇതപ്രകാരം ക്രേത്തയിൽ വരുവാൻ ഒരു സാഹചര്യം ഉണ്ടായി. ഞാനത് വായിപ്പിച്ചില്ല. 27-ാം അപ്പോസ്തല പ്രവൃത്തി 27 വളരെ വ്യക്തമാണ്. യു ക്യാൻ റീഡ് ഇറ്റ് ലേറ്റർ, ആക്ട്സ് 27. പക്ഷേ അതിന് അനന്തര ഫലമായ ഒരു പ്രവർത്തനമോടുണ്ടായി. ഒരു അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാത്ത ഒരു മിഷൻ ലൈഫ്. പൗലോസിന്റെ അന്ത്യനാളുകളെ കുറിച്ച് ബൈബിളിൽ വലിയ പരാമർശങ്ങളില്ല. പാരമ്പര്യത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, റോമിൽ പോയ പൗലോസ് വീണ്ടും ഫ്രീ ആയി. അപ്പോൾ താൻ ക്രേത്തയിൽ പോയി സ്ഥാപിച്ചതാണെന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. എന്തു തന്നെ ആയാലും ആ ക്രേത്തയിൽ ചെന്ന് തീത്തോസ് എന്ന ദൈവദാസനോടൊപ്പം ശുശ്രൂഷിച്ച് അവിടെ ആത്മീക പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ പോൾ ഹാഡ് ടു മൂവ് ഓൺ. അപ്പോൾ പൗലോസ് എന്താ ചെയ്തത്? 1-ാമത്തെ 5-ാം വാക്യം, ഫോർ ദിസ് റീസൺ ഐ ലെഫ്റ്റ് യു ഇൻ ക്രേറ്റെ. ഐ ലെഫ്റ്റ് യു. പൗലോസിന് പകരക്കാരനായി ആ നാട്ടിൽ ആക്കിയ വ്യക്തിയാണ് തീത്തോസ്. തീത്തോസ് എന്ന കഥാപാത്രവും വളരെ സട്ടിലായിട്ട്, വളരെ ഹിഡൻ ആയിട്ട് ഒരു എനിഗ്മാറ്റിക് ക്യാരക്ടറാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു മെൻഷനുമില്ല. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചാലും തീത്തോസ് എന്ന പേര് കാണത്തേയില്ല. പിന്നെ തീത്തോസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രത്യേകിച്ച് 2 കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസിന്റെ ഡെലിഗേറ്റായി പൗലോസ് വിട്ട വ്യക്തിയാണ്. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല.
8-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും തീത്തോസ് എന്ന വ്യക്തിയെ പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് 8:23, 12:18 നിങ്ങൾ വേണേൽ നോട്ട് ചെയ്താൽ മതി. 2 കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്. തീത്തോസിനെ വരച്ചു കാട്ടുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിൽ പ്രത്യേകിച്ച് യഹൂദന്മാരോടുള്ള തർക്കത്തിൽ ജാതികനായ ഒരു തീത്തോസ്, ആ തീത്തോസിനെ യെരുശലേമിൽ കൊണ്ടുപോയി പരിച്ഛേദന ഏറ്റില്ലെങ്കിലും ഒരു വ്യക്തിക്ക് ദൈവകൃപയിൽ നിലനിൽക്കുവാമെന്നുള്ള ഒരു തെളിവായി തീത്തോസിനെ കൊണ്ടുപോയി. ഒത്തിരി പ്രഷർ വന്നു, തീത്തോസിന് പരിച്ഛേദന കൊടുക്കണമെന്ന് ഒത്തിരി പ്രഷർ വന്നു. പക്ഷെ ആ പ്രഷറിനൊന്നും വഴങ്ങാതെ തീത്തോസിനെ ഒരു ജാതിക ശിഷ്യന്റെ ഒരു മാതൃകയാക്കി യെരുശലേം സഭയുടെ മുൻപാകെ നിർത്തുവാനൊക്കെ കാരണമായി. ഈ ഒരു ഘട്ടത്തിൽ തീത്തോസിനെ ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് ക്രേത്തയിലാക്കിയിരിക്കുക. തീത്തോസ് ഒരു ചെറുപ്പക്കാരനാകാൻ സാധ്യത. പക്ഷെ തീത്തോസിനെ കുറിച്ച് പറയുന്ന ചില വാക്കുകൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. തീത്തോസിനെ പൗലോസ് അപ്പോസ്തലൻ വിളിക്കുന്ന ഒരു പേരുണ്ട്. പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത് നോക്കി, 4-ാം വാക്യം, 1-ാം അധ്യായം 4-ാം വാക്യം, മൈ ട്രൂ സൺ ഇൻ ദ ഫെയ്ത്ത്. അന്ന് അതിൽ നിന്ന് വ്യക്തമാകുന്നത് തീത്തോസ് ഒരു ജാതികൻ, പൗലോസ് ഒരു യഹൂദൻ. തീത്തോസിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്നും ബൈബിളിൽ കാണുന്നില്ല. പൗലോസ് ഹൈ ഫാമിലിയിലും നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ്. ഈ പൗലോസ് തീത്തോസിനെ മകൻ എന്ന് വിളിക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, തീത്തോസിനെ വിശ്വാസത്തിൽ ജനിപ്പിപ്പാൻ ഒരു ഭാഗ്യം, ഒരു അവസരം പൗലോസിന് കിട്ടി. പൗലോസിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ് തീത്തോസ്. അന്ത്യോക്യക്കാരനാണെന്നൊക്കെയുള്ള വാദങ്ങളുണ്ട്, അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. But the point is very clear. It is crystal clear. Titus was born into the Christian faith through the ministry of Paul. Therefore, Paul calls him his true son in the faith. വിശ്വാസത്തിലുള്ള നിജപുത്രൻ. ഇവിടെയും ദൈവസഭയോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇത് വെറും അറിവുകളായി ഞാൻ പറയുകയല്ല, അല്പം അറിവ് വർദ്ധിപ്പിക്കാൻ ഈ കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുകയല്ല. ഇത് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വേദഭാഗം മനസ്സിലാക്കാൻ ആവശ്യമാണ്. അത് മാത്രമല്ല, ഇതിലെല്ലാം ആത്മീക ദൂതുകളാണ്. ഇവിടെ ഒരു ചോദ്യം, തീത്തോസ് ഒരു സ്പിരിച്വൽ ഓർഫൻ അല്ലായിരുന്നു. തീത്തോസിന് ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ടായിരുന്നു, ഒരു സ്പിരിച്വൽ ലെഗസി ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ വിവിധ ഇടങ്ങളിൽ കർത്താവിനെ അറിഞ്ഞവരാ, വിവിധ പശ്ചാത്തലങ്ങളിൽ ദൈവകൃപ അനുഭവിച്ചവരാ. Are you a spiritual orphan or do you have a spiritual legacy? നമ്മളോട് തന്നെ ചോദിക്കണം. ഇന്ന് ആത്മീക സമൂഹത്തിൽ ഒത്തിരി ഓർഫൻസ് ഉണ്ട്. ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ വളരെ വേദനയോട് പറയുക. ആത്മീക ജീവിതത്തിൽ മുന്നേറുവാനും ആത്മീകരാകാതിരിക്കുവാനുമുള്ള ഏറ്റവും വലിയ കാരണം ആത്മീക പിതൃത്വം ഈ കാലഘട്ടത്തിൽ കുറവാണ്. ആത്മീകമായി നയിക്കുന്നവർ കുറവാണ്. തീത്തോസിനെ സംബന്ധിച്ചിടത്തോളം അല്പം ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം ഉണ്ടെങ്കിലും ദൈവമക്കൾ എന്നോടൊപ്പം ഇരിക്കണം. തീത്തോസിനെ സംബന്ധിച്ചിടത്തോളം തീത്തോസ് എന്ന വ്യക്തിയെ എടുത്തു നോക്കുമ്പോൾ, he is not a spiritual orphan. He has a father in the faith. And that is why he could be effective for the Lord. ഈ ദൈവകൃപയെ കുറിച്ച് പൗലോസ് തീത്തോസിനോട് പറയുമ്പോൾ, നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ദൈവകൃപ തീത്തോസിന്റെ ലൈഫിൽ വെളിപ്പെടാൻ കാരണം തീത്തോസിനെ കൃപയിൽ നടത്തുക മാത്രമല്ല, തന്നെ ഓരോ ഘട്ടങ്ങളിൽ ആലോചന പറയുവാനും ആത്മീയമായ ഒരു മാർഗദർശിയായി പൗലോസ് തന്നെ മുൻപിലുണ്ട്. ഞാനൊന്ന് ബാലൻസ് ചെയ്യാം. പൗലോസിന്റെ ജോലി തീത്തോസിന്റെ ലൈഫ് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒന്നല്ല. പൗലോസ് തീത്തോസിന് വേണ്ടിയ കൗൺസിൽ നൽകി. ഒരു മെച്യൂർ മകനെയോ മകളെയോ പേരൻസ് കൗൺസിൽ ചെയ്യുന്നത് പോലെ, ഗൈഡ് ചെയ്യുന്നത് പോലെ വിശ്വാസത്തിൽ പൗലോസ് തീത്തോസിനെ നടത്തുകയാണ്. ആ നടത്തിപ്പിന്റെ ഭാഗമാണ് ഈ കത്ത്. ക്രേത്തയിലാക്കിയപ്പോൾ ഒന്നും പറയാതാണോ പൗലോസ് വന്നേ? അല്ല, ക്രേത്തയിലാക്കിയപ്പോഴേ പല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അത് പോരാ. ഓരോ ഘട്ടങ്ങൾ തരണം ചെയ്യുവാനുള്ള ആത്മീയ ആലോചനകൾ, ആത്മീയ കൗൺസിൽ പൗലോസ് തീത്തോസിന് നൽകുകയാണ്. അതാണ് തീത്തോസിന്റെ ഇവിടുത്തെ വിജയം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയ കൗൺസിൽ നമുക്കുണ്ടോ?
നമുക്കൊരു സ്പിരിച്വൽ ലീഡർഷിപ്പ് ഗൈഡൻസ് ഉണ്ടോ? നമുക്ക് പറയാം നമ്മുടെ ചർച്ചിലെ പാസ്റ്റർ ഇദ്ദേഹമാണ്, ബട്ട് ആർ യു അണ്ടർ ഹിസ് സ്പിരിച്വൽ കെയർ? ദൈവമാക്കിയ നേതൃത്വത്തിന്റെ ആത്മീയ നടത്തിപ്പിലാണോ? ആ ഒരു പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇന്നത്തെ സഭകൾക്ക് പറ്റുന്നത് പലയിടത്തും, ഞാനൊന്ന് തുറന്നു പറയാം, അല്പം ദൈവമക്കൾ മാത്രമേ ഉള്ളത് കൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്, അത് ആരും ഒഫൻഡ് ആകണ്ട, പക്ഷെ തുറന്നു പറയുകയാണ്. നമ്മുടെ ഈ പ്രത്യേക വ്യവസ്ഥിതിയിൽ നമുക്കറിയാവുന്ന പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ കം ഫോർ എ ടേം, 3 year പാസ്റ്റർ, 5 year പാസ്റ്റർ. ഒത്തിരി 3 year പാസ്റ്റേഴ്സ് വന്നുപോയി. ആരാണ് ആത്മീക പിതാവ്? പ്രത്യേകിച്ച് അങ്ങനെ ആരുമില്ല. ഇന്ന പാസ്റ്റർ രക്ഷിക്കപ്പെടുത്തി, അടുത്ത പാസ്റ്റർ സ്നാനപ്പെടുത്തി, പിന്നെ മറ്റേ പാസ്റ്റർ കൈവച്ചപ്പോൾ 2 അന്യഭാഷ പറഞ്ഞല്ലാതെ ഒരു ആത്മീക ബന്ധമില്ല. സ്പിരിച്വൽ ഓർഫൻസിനെ കൊണ്ട് പെന്തക്കോസ്ത് ഗോളം നിറഞ്ഞിരിക്കുക. ഇന്ന് കാണുന്ന എല്ലാ മൂല്യച്യുതിക്കും കാരണം ബന്ധമില്ല, ആത്മീയ ഗൈഡൻസ് ഇല്ല. ഇവിടെ ചർച്ചിൽ നടക്കുന്ന എന്താ? ഈ ചർച്ചിൽ തീത്തോസിനെ ആക്കിയിട്ട് പോകുകയാണ്. നമുക്കത് പിന്നീട് ധ്യാനിക്കണം. എന്നാലും 1-ാം അധ്യായം 10-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ ഈ സഭയിൽ ചില പ്രശ്നക്കാരുണ്ട്. ആ പ്രശ്നക്കാരുടെ ഐഡന്റിറ്റി എന്താണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ 10-ാം വാക്യത്തിൽ അവരെ വിളിക്കുന്ന ഒരു പേരുണ്ട്. വൃഥാവാചാലന്മാർ, മനോവഞ്ചകന്മാരായും വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ. വഴങ്ങാത്ത പലർ ക്രേത്തയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആത്മീയ പിതാവായ പൗലോസിന് വഴങ്ങി ആത്മീയ ഉപദേശങ്ങളെ ഏറ്റെടുത്ത് ആത്മീയ ജീവിതം കെട്ടിപ്പണിയുന്ന ഒരു നിജപുത്രനാണ് തീത്തോസ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയുടെ രഹസ്യം ഇരിക്കുന്നത് സ്പിരിച്വൽ സബ്മിഷനില. നിങ്ങൾ ഓർക്കും, പാസ്റ്ററെ പെട്ടെന്ന് ആ ദൈവകൃപ എന്ന വിഷയത്തിലേക്ക് കടക്കും, ഇതൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് ത്രാണിയില്ലെന്ന് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷെ നിയോഗമുള്ളത് കൊണ്ട് എനിക്കിത് മറികടന്നു പറയാൻ കഴിയത്തില്ല. ദൈവമക്കൾ ദൈവകൃപയിൽ വളരണമെങ്കിൽ വി നീഡ് സ്പിരിച്വൽ സബ്മിഷൻ. വഴങ്ങാത്തവർ പലരുണ്ടല്ലോ. ഇവിടെ മാത്രമല്ല, 3-ാം അധ്യായത്തിൽ വരുമ്പോൾ, ഞാൻ കഴിഞ്ഞിട്ട് പറയുകയില്ല, 3-ാം അധ്യായം 1-ാം വാക്യം, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാൻ സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിപ്പാനും എന്ത് ചെയ്യണം? റിമൈൻഡ് ദം. ഞാൻ താഴോട്ട് വായിക്കുന്നില്ല, റിമൈൻഡ് ദം. നമ്മൾ വായിച്ച വാക്യങ്ങൾ തീത്തോസ് 1:10, തീത്തോസ് 3:1, ടൈറ്റസ് 1:10, ടൈറ്റസ് 3:1. The topic is same. The issue is the same. Some people in the church, വഴങ്ങാത്തവർ, they do not submit, they are rebellious. 3:1 പോൾ പറയുന്നത് എന്താ പറയുന്നത്? അധികാരികൾക്ക് കീഴടങ്ങുവി. ഈ വചനങ്ങൾ പഠിക്കുന്ന ദൈവദാസന്മാർ പറയുന്നത്, ഈ വചനങ്ങൾ ധ്യാനിക്കുന്ന ദൈവദാസന്മാർ പറയുന്നത്, ദൈവസഭ സ്ഥിതി ചെയ്യുന്ന ക്രേത്തയിൽ, in the island of Crete, these people had a particular tendency. ക്രേത്തർ ആർക്കും കീഴടങ്ങത്തില്ല. അവിടെ 100 കണക്കിന് പട്ടണങ്ങളുണ്ട് ഈ ക്രേത്തയിൽ, ഈ ദ്വീപിൽ. ഇന്നത്തെ ജപ്പാൻ പോലെ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്തോനേഷ്യ പോലെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ദ്വീപുകളാണ്. ഈ ദ്വീപുകളിലെല്ലാം പട്ടണങ്ങളുണ്ട്. ഈ പട്ടണത്തിനെല്ലാം അവരുടേതായ കോയിൻ, അവരുടേതായ സിസ്റ്റം. റോമിന് കീഴടങ്ങാത്ത ഒരു കൂട്ടമാണ് ക്രേത്തർ. അവരെ കുറിച്ച് വേറെ ഡിസ്ക്രിപ്ഷൻ 1:12 അവിടേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. അവരെ വിളിക്കുന്ന കുറെ പേരുകളുണ്ട്, അത് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. നമുക്കത് ദൈവം അനുവദിച്ചാൽ പിന്നീട് നോക്കാം. പക്ഷെ ഇവരുടെ ഒരു മെയിൻ ക്വാളിറ്റി, they did not like to submit to anyone. They were insubordinate. They were rebellious. വഴങ്ങാത്തവരെ കൊണ്ട് ക്രേത്തയിലെ സഭയിൽ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളവർ സഭയിൽ കയറി കൂടുമ്പോൾ പൗലോസിന്റെ പ്രതീക്ഷ, വഴങ്ങാത്ത എത്ര പേർ ക്രേത്തയിൽ ഉണ്ടെങ്കിലും എന്റെ വാക്ക് എന്നിൽ കൂടി കർത്താവ് സംസാരിക്കുന്ന, ഏറ്റെടുക്കുന്ന ഒരു തീത്തോസ് ഉണ്ടെങ്കിൽ ക്രേത്തയിൽ ആത്മാവിന്റെ ചലനം നടക്കും, ദൈവപ്രവൃത്തി ആ സഭയിൽ നടക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വചനത്തോട്, ആത്മീക നേതൃത്വത്തോട്, ദൈവമാക്കി വച്ചിരിക്കുന്ന അധികാര സ്തംഭങ്ങളോടുള്ള നമ്മുടെ കീഴ്വഴക്കം എങ്ങനെയുണ്ട്? ഞാൻ കുടുംബജീവിതത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. 2-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ, വൈസ് ബി സബ്ജക്ട്.
ക്രേത്തയിലെ ആത്മാവ് ചർച്ചിലെ അമ്മാമ്മമാരിലും ബാധിക്കുന്നുണ്ട്. അച്ചാച്ചന് കീഴടങ്ങാൻ പറ്റത്തില്ല. കാരണം എന്താ? അച്ചാച്ചനേക്കാൾ കൂടുതലാ ശമ്പളം. അവിടുത്തെ അച്ചാച്ചൻ ഇപ്പൊ അമ്മാമയാ. നടക്കത്തില്ല. ദൈവം വച്ചിരിക്കുന്ന അതോറിറ്റി ഉണ്ട്. വി ആർ ഈക്വൽ. മെൻ ആൻഡ് വിമൻ ആർ ഈക്വൽ ഇൻ ചർച്ച്. ഇൻ ദ ഹോം മെൻ ആൻഡ് വിമൻ ആർ ഈക്വൽ. വിമൻ ആർ നോട്ട് സബോർഡിനേറ്റ്. വിമൻ ആർ നോട്ട് ലെസർ ദാൻ മെൻ. ബട്ട് ഇൻ ദി ഓർഡർ ഓഫ് തിങ്സ് ഗോഡ് ഹാസ് ഗിവൻ റോൾസ്. ദൈവം വച്ചിരിക്കുന്ന റോൾസ് ഉണ്ട്. പാസ്റ്റർ വിശ്വാസികളെക്കാൾ കൂടിയ ആളല്ല. He is also your brother in the Lord. But the Lord has kept a order. There are roles and functions. The function of the husband is different. The function of the wife is different. ഈ ഇൻസബോർഡിനേറ്റ്നെസ്, ഈ വഴങ്ങാത്ത സ്വഭാവം കുടുംബത്തിൽ വ്യാപരിക്കുന്നു, സഭയിൽ വ്യാപരിക്കുന്നു, സമൂഹത്തിൽ വ്യാപരിക്കുന്നു. മൂന്നും ഞാൻ കാണിച്ചു. പക്ഷേ സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും ഈ ഇൻസബോർഡിനേഷൻ വ്യാപരിക്കുമ്പോൾ നിജപുത്രനായ തീത്തോസ് വ്യത്യസ്തനായി നിൽക്കുകയാണ്. ആത്മീയ നേതൃത്വത്തിന് തന്റെ മേൽ കർത്താവാക്കി വെച്ച പൗലോസിനെ കീഴടങ്ങിയ. എന്താ ഈ കത്ത്? ഇവിടുന്ന് പോയപ്പോഴേ കുറെ അഡ്വൈസ് തന്നിട്ടാ പോയത്. പിന്നെ അതിന് പുറകെ ഒരു കത്തൂട്. നമ്മളായിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിച്ചേനെ. ബട്ട് ടൈറ്റസ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഹി സബ്മിസീവ് ടു പോൾ. എന്റെ ക്രിസ്തീയ ജീവിതത്തിലെ അനുഭവം ഞാൻ ഒറ്റ വാക്കിൽ പറയാം. ഇന്ന് കർത്താവ് എന്നെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്പമായി കർത്താവ് നൽകുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം ശുശ്രൂഷിക്കുന്നു, കർത്താവ് നടത്തുന്നു. എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പറയാനുള്ളത് എന്റെ കഴിവോ മിടുക്കോ അല്ല. കർത്താവ് എനിക്ക് കൃപ തന്നു ആത്മീയ നേതൃത്വത്തിന് കീഴ്പ്പെടുവാൻ, ദൈവമാക്കി വെച്ച സഭയിൽ ദൈവദാസന് കീഴ്പ്പെടുവാൻ. അതിൽ നിന്നുണ്ടായ അനുഗ്രഹം അല്ലാതെ ഒന്നും എനിക്കില്ല. അതിൽ നിന്നുണ്ടായ ശുശ്രൂഷ അല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. നിങ്ങളുടെ ആത്മീയ അനുഗ്രഹം ഞാൻ അല്പം കൂടെ കടത്തി പറയാം. നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും മറഞ്ഞിരിക്കുന്നത് ഇൻ എ സബ്മിസീവ് നേച്ചർ. ദൈവത്തിന്റെ ഓർഡർ തെറ്റിച്ചാൽ അവിടെ അനുഗ്രഹം വരത്തില്ല. ഞാൻ ഇതിന്ന് പറയാനിരുന്നതല്ല, ആത്മാവ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇത് ഞാൻ ഇന്ന് കുറിച്ചു വെച്ചതല്ല. ഈ സബ്മിഷൻ എന്ന വിഷയം വളരെ നിയോഗത്തോടെ പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുകയാണ്. ദൈവം വെച്ചിരിക്കുന്ന ഫങ്ഷൻസിനെ അട്ടിമറിക്കുന്ന പ്രവണതകൾ ചർച്ചിലുണ്ടെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിലും നമ്മൾ മാനസാന്തരപ്പെടണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയം തകരണം. ദൈവം വച്ചിരിക്കുന്ന പൊസിഷൻസ്, ദൈവം വച്ചിരിക്കുന്ന അതോറിറ്റീസ്, അത് ആരാകട്ടെ, ഫാമിലിയിലാകട്ടെ, അവിടെ ഇൻകം അല്ല അവിടുത്തെ ഓർഡർ ഡിറ്റർമൈൻ ചെയ്യുന്നത്, പുസ്തകമാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പുസ്തകം പറയുന്നത് പോലെ വേണം കുടുംബം പണിയാൻ. സഭയിലെ ഓർഡർ, സഭയിലെ ഫങ്ഷൻ, സഭയിലെ റോള് ഡിറ്റർമൈൻ ചെയ്യുന്നത് ദശാംശത്തിന്റെ കണമല്ല. ദൈവം പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവസഭ എങ്ങനെ ഫങ്ഷൻ ചെയ്യണം. അതാണ് തീത്തോസിനോട് 1-ാം അധ്യായത്തിൽ പറയുന്നത്. പുസ്തകത്തിൽ പറയുന്ന ഓർഡർ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലും ദൈവപ്രസാദമില്ല. അത് ദൈവകൃപയിൽ നിന്ന് നാം അന്യപ്പെട്ടു പോകുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ദൈവദാസൻ തീത്തോസിൽ ഒരു നിജപുത്രനെ, ഒരു സബ്മിസീവ് സണ്ണിനെ കാണുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ആദ്യ ഉപവാസ പ്രാർത്ഥനയുടെ സെഷനിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ദൂതായിരിക്കത്തില്ല. ഞാനും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൂതല്ല. കാരണം എനിക്ക് ആരുടെയും മുഖം കറപ്പിച്ചിട്ട് എനിക്കൊന്നും പ്രാപിക്കാനില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, സബ്മിഷൻ ഇല്ലെങ്കിൽ ദൈവപ്രവൃത്തി കാണത്തില്ല. ഉപവസിച്ചിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല, കൈപൊക്കിയിട്ട് കാര്യമില്ല, ആത്മീയതയുടെ പുറംപൂഷിട്ടിട്ട് കാര്യമില്ല. സബ്മിറ്റ്, കീഴ്പ്പെടുവീൻ. ആ കീഴ്പ്പെടൽ എല്ലാ മേഖലകളിൽ വെളിപ്പെടണം. 3-ാം അധ്യായത്തിൽ പറയുന്നത് ഇൻ റിലേഷൻ ടു ഗവൺമെന്റ് അതോറിറ്റീസ്. നമ്മളെ ആക്കിയിരിക്കുന്ന ദേശത്തിന്റെ നിയമത്തോടെ കീഴ്പ്പെടണം. നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാപനങ്ങളുടെ നിയമത്തോട് കീഴ്പ്പെടണം. പക്ഷെ ലോകക്കാർ കാണിക്കാത്ത തട്ടിപ്പും വെട്ടിപ്പും പലപ്പോഴും ദൈവമക്കളുടെ കയ്യിലുള്ളത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. നമ്മളെ കണ്ടാൽ he is not rebellious, he submits to authority എന്ന് നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവർ പറയണം. നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസിൽ ചില ചിട്ടകളുണ്ട്, ചില ടൈമുണ്ട്, ചില ക്രമീകരണങ്ങളുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, അതാരും നോക്കുന്നില്ല. നമ്മുടെ വർക്ക് പ്ലേസിനോട്, നമ്മുടെ വർക്കിനോട്
ഒരു നീതി പുലർത്തുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മിടുക്കാൻ ഓർക്കും. മാസത്തിന്റെ 10-ാം തീയതി ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, ഞാൻ ഇത്ര വെട്ടിച്ചു, ഞാൻ ഇല്ലാത്ത ലീവ് എടുത്തു, അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ആണെന്ന് പറഞ്ഞ് ഒന്നും പണി ചെയ്യാതിരുന്നു. എന്തോ ആയാലും ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന കാര്യത്തിൽ ബി ഫെയ്ത്ത്ഫുൾ, ബി സബ്മിസീവ്. അല്ലാതെ കിട്ടുന്ന നന്മകൾ നിലനിൽക്കത്തില്ല. നമുക്ക് ലോക മനുഷ്യരുടെ മുൻപാകെ ഒന്ന് ചെത്തി നടക്കാം, നാടൻ ഭാഷ ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കണം, ഒന്ന് മിന്നിച്ചു നടക്കാം. പുതിയ വണ്ടി എടുത്ത് പുതിയ വസ്ത്രവും പുതിയ വീടും ഒക്കെ പണിഞ്ഞ് നമുക്കൊന്ന് മിന്നിക്കാം. അതിൽ കഥയില്ല. ബി സബ്മിസീവ് wherever you are placed. Be submissive to the rules of your country. ദൈവം ആക്കിയിരിക്കുന്ന രാജ്യത്തിന്റെ നിയമത്തിന് സബ്മിസീവ് ആകാം. ഞാനിത് പറയാൻ ഉദ്ദേശിച്ചതല്ല, പരമാർത്ഥമായി ഞാൻ പറയുക. ബി സബ്മിസീവ്. സബ്മിഷനിലാണ് ദൈവകൃപ വെളിപ്പെടുന്നത്. തീത്തോസ് അതിന് മാതൃകയായി നിൽക്കുക. ആ ആത്മീക വശങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ 1-ാം അധ്യായത്തിൽ ആത്മീക നേതൃത്വം സഭയിൽ എങ്ങനെ ആയിരിക്കണം, സഭയുമായിട്ടുള്ള ബന്ധത്തിൽ പറയുക. അതിന്റെ ചില സൂചനകൾ നിങ്ങൾക്ക് ഇതിനോടകം കിട്ടി. 2-ാം അധ്യായത്തിൽ ഹൗസ് ഹോൾഡ്, കുടുംബത്തിൽ ജോലി മേഖലകളിൽ എങ്ങനെ ആകണം. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ സമൂഹത്തിൽ ആസ് എ സിറ്റിസൺ എങ്ങനെയാകണം. ഇതാണ് മെയിനായിട്ട് നാം കാണുന്നത്. മറ്റു പൗലോസിന്റെ ലേഖനങ്ങളെ പോലെ ആദ്യം ഉപദേശ വിഷയവും പിന്നെ പ്രായോഗിക വിഷയമായിട്ടല്ല തീത്തോസിന്റെ ലേഖനം. ടൈറ്റസ് ഇസ് വെരി ഡിഫറെന്റ്. ഇറ്റ്സ് യൂണീക്. യൂഷ്വലി ഇൻ പോൾസ് എപ്പിസിൽ the first part is doctrinal, the second part is practical, but in the epistle of Titus it is not so. The practical from ആദ്യം തന്നെ from the word go, Paul is attacking, Paul is confronting practical areas. പിന്നെ അവസാനത്തേക്ക് വരുമ്പോഴാണ്, പ്രത്യേകിച്ച് നാം വായിച്ച 11-ാം വാക്യം മുതലാണ് ദ ഡോക്ട്രിനൽ, ഉപദേശ വശങ്ങളും പ്രത്യേകിച്ച് അതിന്റെ അടിത്തറ, നമ്മുടെ ലൈഫിന്റെ അടിത്തറ എന്താണെന്ന് പൗലോസ് വെളിവാക്കിയ. ഈ ലൈഫ് എങ്ങനെ പോസിബിൾ ആകുന്നത്? പ്രസംഗിക്കാൻ എളുപ്പമോ? കേൾക്കുമ്പോൾ വെച്ചാൽ പ്രയാസം ഉണ്ടാകുന്നുള്ള അത് കേൾക്കാനും വലിയ പ്രയാസമൊന്നുമില്ല. അത് ഇഷ്ടപ്പെട്ടില്ലേ നമുക്ക് വേണേൽ അത് മ്യൂട്ടാക്കി അല്ലെങ്കിൽ ഓഫ് ആക്കി അങ്ങനെ പ്രയാസങ്ങളൊന്നുമില്ല. ബട്ട് ടു ലിവ് ദിസ് ഔട്ട് ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട്. ഹൗ ക്യാൻ വി ലിവ് ദിസ് ലൈഫ്? അതാണ് ഇംഗ്ലീഷിൽ വരുമ്പോൾ 2:11 വരുമ്പോൾ ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഹസ് അപ്പിയർഡ്. പേടിക്കണ്ട, ഈ വചനത്തിൽ തന്നെയാണ് നാം 3 ദിവസം മുന്നോട്ട് പോകുന്നത്. I am not going to leave you anywhere halfway. If the Lord enables, we will together meditate forward. പക്ഷെ നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വേഗം മടങ്ങി വരികയാണ്. Titus 2:11 ഇങ്ങനെ ഇംഗ്ലീഷിൽ വായിക്കാം. For the grace of God has appeared, bringing salvation to all men. For മലയാളത്തിൽ ആ പ്രയോഗമില്ല. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. അതിന്റെ ഒരു യഥാർത്ഥ ഒരു തർജിമ ഇതുകൊണ്ട് എന്തെന്നാൽ ഫോർ, ബിക്കോസ് ഓഫ് ദിസ്, ഈ കാരണം കൊണ്ട്. ഫോർ, ഈ മേളിൽ പറയുന്ന ജീവിതം സാധ്യമാകണമെങ്കിൽ അതിലെ ഒരു വശം മാത്രമേ ഞാൻ ഇപ്പോൾ തൊട്ട് പറഞ്ഞുള്ളൂ. അതും ഞാൻ പറയാനിരുന്നതല്ല, കർത്താവ് അങ്ങനെ നടത്തിയോണ്ട് ഞാൻ പറഞ്ഞതാ. സബ്മിഷൻ എന്ന വിഷയം മാത്രം എടുക്കുക. അല്ലാതെ പല വിഷയങ്ങൾ ഈ 2-ാം അധ്യായം 10-ാം വാക്യം വരെ പറയുന്നുണ്ട്. ഈ ലൈഫ് പോസിബിൾ ആകുവാനുള്ള കാരണം ഫോർ, ഇതുകൊണ്ട്, ഇത് നിമിത്തം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ വെളിപ്പെട്ടത് കൊണ്ട്, അതുകൊണ്ടാണ് മേളിൽ പറയുന്ന ലൈഫ് പോസിബിൾ ആകുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ വെളിപ്പെട്ടുവല്ലോ. ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ആ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന പദം മാത്രം നിങ്ങളുടെ മുൻപാകെ വെച്ച് ഈ ആദ്യത്തെ സെഷൻ നമ്മൾ വേഗം ഈ ദൂത് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. വി ആർ ജസ്റ്റ് ഗോയിങ് ടു ലുക്ക് അറ്റ് ദാറ്റ് ഫ്രേസ്, ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. സം വേർഡ്സ്, ബിക്കോസ് ഓഫ് ഫെമിലിയാരിറ്റി, ഇറ്റ് ലൂസസ് ഇറ്റ്സ് മീനിങ്. ഇറ്റ് ബിക്കംസ് എ ക്ലിഷേ. ക്ലിഷേ എന്ന് പറയും ഇംഗ്ലീഷിൽ. അമിത പരിചയം കൊണ്ടുണ്ടാകുന്ന അവജ്ഞ എന്ന് വേണേ പറയാം. ഫെമിലിയാരിറ്റി ദാറ്റ് ബ്രിങ്സ് കണ്ടെംപ്റ്റ്. എന്നാൽ നമ്മൾ ഇങ്ങനെ അമിതമായി ഉപയോഗിച്ചത് ഒരു ക്ലിഷയാ. ഗ്രേസ്. നമ്മൾ ആരോട് സംസാരിച്ച എങ്ങനെയുണ്ട് ബ്രദറെ, ദൈവകൃപയാൽ
എന്ത് പറഞ്ഞാലും നമുക്ക് എന്തുണ്ട്, അതിന്റെ അറ്റത്തൊരു ദൈവകൃപ എന്നുള്ള ഒരു വാക്കുള്ളത് കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു. വി യൂസ് ഇറ്റ് ഫോർ എന്തിനും ഏതിനും നമ്മൾ ഉപയോഗിക്കും ദൈവകൃപ. ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക അർത്ഥത്തിലാണ്. എന്നാലും പൊതുവായി ഒന്ന് നോക്കിയേ, വാട്ട് ഈസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്? വേണമെങ്കിൽ എന്നെ കേൾക്കുന്ന സൺഡേ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പറയും, ഗ്രേസ് ഓഫ് ഗോഡ് മീൻസ് ദി അൺമെറിറ്റഡ് ഫേവർ ഓഫ് ഗോഡ്. ഓക്കെ, യുവർ ആൻസർ ഇസ് ആബ്സല്യൂട്ട്ലി കറക്റ്റ്. എന്നാലും ഗ്രേസ് എന്ന ആ വാക്കിന് അല്പം കൂടി വിശാലതയുണ്ട്. അതൊന്ന് പറഞ്ഞാൽ, ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും വീണ്ടും ഈ പദം ആവർത്തിച്ചിട്ടുണ്ട്, പലയിടത്തുണ്ട്. എന്നാലും യോഹന്നാൻ 1:14, 1:16, 1:17 വീണ്ടും വീണ്ടും യോഹന്നാൻ അപ്പോസ്തലൻ, യേശു കർത്താവിന്റെ മാർവോട് ചാറിയ യോഹന്നാൻ യേശുവിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. യേശുവിന്റെ ദൈവത്വവും യേശുവിന്റെ മനുഷ്യത്വവും ആ തിയോളജിക്കലായ സത്യങ്ങൾ പറയുമ്പോൾ, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു, ഏകജാതനായ പുത്രനിൽ നിന്നുള്ള തേജസ്, കൃപയും സത്യവും നിറഞ്ഞവനായ ഞങ്ങളുടെ നടുവിൽ പാർത്തു. കൃപ എന്ന് പറയുന്ന വാക്ക് ബേസിക്കലി യവനായ ഭാഷയിൽ ഈ കാരിസ് എന്ന് പറഞ്ഞ വാക്ക് ഇറ്റ് ഷോസ് ബ്യൂട്ടി. അത് നമുക്ക് മനസ്സിലാകും. കാരണം നമ്മൾ ചിലരെ നോക്കി പറയും, എന്തൊരു ഗ്രേസ് ആണ് അല്ലേ, ഇറ്റ്സ് സോ ദ എക്സ്പ്രഷൻ ഇസ് സോ ഗ്രേസ്ഫുൾ. ഗ്രേസ് ഡിനോട്ട്സ് ഇൻട്രിൻസിക് ബ്യൂട്ടി. ഒരു വസ്തുവിന്റെ, ഒരു വ്യക്തിയുടെയോ ഒരു സൗന്ദര്യം, സ്വഭാവ വൈശേഷികത എന്ന് പറയാം. ക്വാളിറ്റി, ഇൻട്രിൻസിക് ക്വാളിറ്റി, അതാണ് അതിന്റെ ഒരു അതിന്റെ ഒരു അടുത്ത എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറയുന്ന ഈ ഫേവർ. ഫേവറിനേക്കാൾ ഏറ്റവും ബേസിക് ആയിട്ട് ഗ്രേസിന്റെ അർത്ഥം ബ്യൂട്ടിയാണ്. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു, കൃപയും സത്യവും നിറഞ്ഞവനായി കണ്ടു. അപ്പോസ്തലനായ യോഹന്നാൻ എന്താ കണ്ടത്? കൃപ. ഇങ്ങനെ എന്താ യേശുവിന്റെ നെറ്റിക്ക് കൃപയെന്ന് എഴുതി വെച്ചായിരുന്നു? അല്ല, യേശു എന്ന വ്യക്തിത്വത്തിന്റെ ലൈഫ് ഞങ്ങൾ നോക്കിയപ്പോൾ എവറി വേർഡ്, എവറി ആക്ട്, every movement, every thought, everything was marked by grace. കൃപയാൽ നിറഞ്ഞ, കൃപയാൽ നിറവുള്ള ഒരു ജീവിതം. അതാണ് അടുത്ത വാക്യത്തിൽ വരുമ്പോൾ, 16-ാം വാക്യത്തിൽ വരുമ്പോൾ, അവന്റെ നിറവിൽ നിന്ന് ഞങ്ങൾക്ക് കൃപമേൽ കൃപ ലഭിച്ചു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ഗ്രേസ് എന്ന് പറയുന്ന ഈ സത്യം നമ്മൾക്ക് കിട്ടുന്ന എന്തോ മാത്രമല്ല, നമ്മളെ രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടിസ്ഥാനപരമായ നേച്ചർ എന്ന് പറയുന്നത് ഹി ഈസ് ഗ്രേസ്, ഫുൾ ഓഫ് ഗ്രേസ്. ഹി ഈസ് ഗ്രേസ് ഇൻകാർണേറ്റ്, ഹി ഈസ് ഗ്രേസ് ഇൻ ഹ്യൂമൻ ഫ്ലെഷ്. കൃപയ്ക്ക് ഒരു മനുഷ്യാകൃതി കൊടുത്താൽ, കൃപയ്ക്ക് ഒരു ഹ്യൂമൻ ഫോം കൊടുത്താൽ അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ഇരിക്കും. അവൻ കൃപ നിറഞ്ഞവനാണ്. ഹിസ് ഫുൾ ഓഫ് ഗ്രേസ്. His nature emanates with grace. ആ ഗ്രേസ് ആണ് നമ്മൾക്ക് പ്രാപിക്കുവാൻ ദൈവം കനിഞ്ഞ് പകർന്നു തന്നത്. ആ ഗ്രേസ് ആണ്. ഇറ്റ്സ് എ വേ. അതൊന്നോട് മനസ്സിലാക്കണമെങ്കിൽ 2-ാമത്തെയും 11-ാം വാക്യം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. അതിന്റെ തൊട്ടു മുകളിലത്തെ വാക്യം വായിക്കുമ്പോൾ ഈ ഗ്രേസ് എന്ന ആ അർത്ഥം അല്പം കൂടെ വ്യക്തമാകും. ഇംഗ്ലീഷിൽ 10-ാം വാക്യമാണ്. മലയാളത്തിൽ വരുമ്പോൾ, മലയാളത്തിലും ഐ തിങ്ക് ഇറ്റ്സ് വേഴ്സ് 10. സകലവിധത്തിലും പ്രസാദം വരുത്തുന്നവരും പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരായിരിക്കുവാൻ കൽപ്പിക്കുക. ഓക്കെ, ഐ തിങ്ക് മലയാളത്തിൽ ആ വാക്യം മുകളിലോട്ടും താഴോട്ടും, ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ 9-ാം വാക്യം, സകലത്തിലും അലങ്കരിക്കേണ്ടതിന്. നോക്കി ആ വാക്ക് നോക്കിയേ, അലങ്കരിക്കേണ്ടതിന്. ടു അഡോൺ ദ ഡോക്ട്രിൻ ഓഫ് ഗോഡ്. അലങ്കരിക്കേണ്ടതിന്. ദാസന്മാരോട് പറയുന്നത്, നിങ്ങളെ നോക്കിയാൽ ഈ ഉപദേശം, നമ്മുടെ ദൈവത്തിന്റെ ഉപദേശത്തിന് ബ്യൂട്ടി കൂടണം. നിങ്ങളുടെ ലൈഫ് കണ്ടാൽ നിങ്ങൾ പലതും പറയുന്നുണ്ട്, ഭയങ്കര ഉപദേശമോ, ആരെ കണ്ടാലും ബ്രദറെ സ്നാനപ്പെട്ടോ എന്നൊക്കെ ചോദിക്കും, ഭയങ്കര ഡോക്ടറിനാ, നല്ല കാര്യമോ. പക്ഷെ നിങ്ങളുടെ ലൈഫ് കണ്ടാൽ നമ്മളെ ദൈവത്തിന്റെ ഉപദേശത്തിന് ഒരു അലങ്കാരം,
ഒരു അഡോൺമെന്റ്, ഒരു എൻഹാൻസ്മെന്റ്, അതിന്റെ ബ്യൂട്ടിയെ മാക്സിമൈസ് ചെയ്യണം. അതെങ്ങനെയാ മാക്സിമൈസ് ചെയ്യുന്നതെന്ന് ദൈവം അനുവദിച്ചാൽ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങൾ ചിന്തിക്കാം. പക്ഷെ ഇവിടെ അർത്ഥം, ബേസിക് മീനിങ് എന്താ? ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദ ബ്യൂട്ടി ഓഫ് ഗോഡ്, ദ നേച്ചർ ഓഫ് ഗോഡ്. ആ അലങ്കാരം എങ്ങനൊരു വസ്തുവിന്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു, അതുപോലെ ആ യേശു എന്ന വ്യക്തിയിൽ, ആ വ്യക്തിപ്രഭയിൽ നിറഞ്ഞു നിന്ന സ്വഭാവവും ആ ആന്തരിക സൗന്ദര്യത്തിന്റെ ഒരു വിശേഷണമാണ് ദൈവകൃപ, ഗ്രേസ്. ആ ഗ്രേസിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് അവന്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ നമ്മൾക്ക് ലഭിച്ചു. അതിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്, അതിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് യേശു കർത്താവ് എന്ന പേഴ്സൺ ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ ഈ ദൈവകൃപ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ എന്താന്ന് ചോദിച്ചാൽ, ലുക്ക് അറ്റ് ദ പേഴ്സൺ ഓഫ് ജീസസ്, ലുക്ക് അറ്റ് ഹിസ് ലൈഫ്, ലുക്ക് അറ്റ് ഹിസ് മിനിസ്ട്രി, ലുക്ക് അറ്റ് ഹിസ് ഡെത്ത്, ലുക്ക് അറ്റ് ഹിസ് ബറിയൽ, ഹിസ് റിസറക്ഷൻ, ഹിസ് അസെൻഷൻ, ലുക്ക് അറ്റ് ഓൾ വാട്ട് ജീസസ് ഡിഡ് ആൻഡ് സെഡ്, all his salvific work. യേശുവിന്റെ രക്ഷണ്യ പ്രവൃത്തിയെയും യേശുവിന്റെ ആഗമന ജീവിതത്തെയും ഉൾക്കൊള്ളിക്കുന്ന പദമാണ് ദൈവകൃപ. ഈ ദൈവകൃപ ഉദിച്ചു. ആ ഉദിച്ചു എന്ന വാക്കുകൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഈ ആശയം ക്ലിയർ ആകും, ഈ സത്യം ക്ലിയർ ആകും, ഈ വാക്യത്തിന്റെ അർത്ഥം ക്ലിയർ ആകും. ഈ ഉദിച്ചു എന്ന വാക്ക് ഇവിടെ മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 78-ഉം 79-ഉം വാക്യങ്ങളിൽ സക്കറിയാവ് ആത്മാവിൽ വന്ന് ഒരു പ്രവചനം നടത്തുകയാണ്, ഒരു ദൂത് പറയുകയാണ്, ഒരു ദൂത് വിളിച്ചു പറയുക. അതൊന്ന് വായിച്ചാൽ വളരെ സഹായകരമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 78-ഉം 79-ഉം വാക്യങ്ങൾ. ഇരുളിലും മരണവരിക്കുന്നവർക്ക് പ്രകാശിച്ചു, നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മളെ സന്ദർശിച്ചു. ആ ഉദയം എന്ന വാക്ക് അത് തന്നെയാണ് സകലർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. സക്കറിയാവ് ആത്മാവിൽ പറയുകയാണ്, ദൈവത്തിന്റെ മേഴ്സി നമ്മളെ വിസിറ്റ് ചെയ്തു. ലൂക്ക് 1:78 and 79. What is Zechariah saying in the spirit? He's saying that God's mercy and kindness has visited us. We were in the darkness, but his mercy has dawned upon us. സൂര്യന്റെ കിരണങ്ങൾ മനുഷ്യരിൽ പതിക്കുന്നത് പോലെ. അതാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്, വായിക്കേണ്ട, നീതി സൂര്യൻ രോഗോപശാന്തിയോട് ഉദിക്കും. ഇരുട്ടത്ത് തപ്പിത്തടയുന്ന മനുഷ്യരെ വെളിച്ചത്തിലാക്കുവാൻ സൂര്യൻ പ്രഭാതത്തിൽ ഉദിക്കുന്നത് പോലെ ദൈവകൃപ ഉദിച്ചു. എവിടാ ഉദിച്ചേ? എന്നാ ഉദിച്ചേ? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ചരിത്രത്തിൽ അവൻ ഉദിച്ചു. അവൻ വെറുതെ ഉദിച്ചതല്ല, നമ്മുടെ അന്ധകാരത്തെ മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതയെ മാറ്റുവാൻ, നമ്മുടെ തകർന്നു കടന്ന ജീവിതത്തെ പണിതെടുക്കുവാൻ. ലോകക്കാർ എഴുതിത്തള്ളി, ഇവൻ രക്ഷപ്പെടത്തില്ല, ഇവൻ ഒരു വിടുതൽ ഉണ്ടാകത്തില്ല, ഇവൻ ഇങ്ങനെ നശിച്ചു പോകും. ഇങ്ങനെ സമൂഹത്തിലും നമ്മുടെ ചാർച്ചക്കാരുടെ നടുവിലും നമ്മളിൽ പലരും ഒറ്റപ്പെട്ടു പോയപ്പോൾ 2000 വർഷം മുൻപ് ഉദിച്ച ദൈവകൃപയുടെ ആ കടാക്ഷം നമ്മളിൽ പ്രതിഫലിച്ചതിന്റെ, ആ ഉദിച്ച സൂര്യന്റെ കിരണങ്ങൾ നമ്മളെ തട്ടിയതിന്റെ ജീവനുള്ള സാക്ഷികളാണ് എന്നെ കേൾക്കുന്നവർ. അത് വിശ്വസിക്കുന്നവരൊന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ആ ദൈവകൃപ ഉദിച്ചു. അതൊരു വ്യക്തിയിലാ ഉദിച്ചത്, അത് യേശുവിലാ ഉദിച്ചത്. ആ യേശുവിനെ കണ്ടാൽ ഈ ദൈവകൃപ എന്താന്ന് എനിക്ക് മനസ്സിലാകും. അത് ഉദിച്ചു, അത് ചരിത്രത്തിൽ ഉദിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ തീത്തോസിന്റെ ലേഖനം തന്നെ 1-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് അല്പം കൂടെ വ്യക്തമാകും. ചരിത്രത്തിൽ ഉദിച്ച ദൈവകൃപ, അതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ അധികം പറയുന്നില്ല. തീത്തോസ് 1-ും 2-ഉം ചേർത്ത് വായിക്കാം. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ വരവേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനും സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തി. അതാ ഉദിച്ചു എന്നതിന് ഒരു മറുപദമാണ്. തക്ക സമയത്ത് ദൈവം വെളിപ്പെടുത്തി.
ആ രണ്ടാം വാക്യം കൂടെ ഒന്ന് വായിച്ചാലും. സകല കാലത്തിനും മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി തന്റെ വൃതന്മാരുടെ വിശ്വാസം. സകല കാലങ്ങൾക്കും മുൻപേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. ദൈവം വാഗ്ദത്തം ചെയ്തായിരുന്നു. മനുഷ്യന്റെ വീഴ്ച സംഭവിച്ചപ്പോഴേ ദൈവം വാഗ്ദത്തം ചെയ്തായിരുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഉൽപ്പത്തിയുടെ ആദ്യ താളുകളിൽ ദൈവം വാഗ്ദത്തം ചെയ്തു. മോശയിൽ കൂടി ദൈവം പറഞ്ഞു, എന്നേക്കാൾ വലിയൊരു പ്രവാചകൻ വരുന്നു. പ്രവചന പുസ്തകങ്ങളുടെ ഓരോ താളുകൾ പരിശോധിച്ചാൽ ദൈവം കാലങ്ങൾക്ക് മുൻപേ വാഗ്ദത്തം ചെയ്തു. മലാക്കിയിൽ ഏറ്റവും അവസാനമായി പറയുകയാണ്, നീതി സൂര്യൻ രോഗോപശാന്തിയോട് ഉദിക്കാൻ പോകുക. നോക്കിയേ, പഴയ നിയമ തിരുവെഴുത്തിൽ വാഗ്ദത്തം ചെയ്ത ദൈവം, ഭോഷ്ക് പറയാൻ കഴിയാത്ത ദൈവം. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ക്രേത്തയിലുള്ള വ്യക്തികളെ വിളിക്കുന്ന ഒരു പേരുണ്ട്. 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവരുടെ പ്രവാചകന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നു, ക്രേത്തന്മാരല്ല എന്താ, ദേ ആർ ലയേഴ്സ്. 1:2 പറയാണ്, ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയത്തില്ല. ഗോഡ് കനോട്ട് ലൈ. 1:12 പറയുന്നത് ക്രേറ്റൻസ് ആർ ലയേഴ്സ്. അവർ നുണ പറയുന്നവരാ. ഇവിടെ ഒരു പശ്ചാത്തലമുണ്ട്, ചരിത്ര പശ്ചാത്തലമുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ കടന്നു പോകാം. ക്രേത്തരുടെ വിശ്വാസം എന്ന് പറയുന്നത്, ക്രിസ്തീയ വിശ്വാസം വരുന്നതിന് മുൻപേ ക്രേത്തരുടെ നടുവിൽ, ഈ ലേഖനം എഴുതുമ്പോഴുള്ള വിശ്വാസം, അവരുടെ നടുവിലാണ് സിയൂസ് എന്ന് പറയുന്ന ഗ്രീക്ക് ദേവൻ. അത് അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ അതിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ഞാൻ അവിടെയൊക്കെ പോകുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 14:12 ബർണബാസിനെ ആ നാട്ടുകാരൊക്കെ കൂടി സിയൂസ് എന്ന് പ്രൊക്ലെയിം ചെയ്തു. അതിപ്പോ വായിക്കേണ്ട, അപ്പോസ്തല പ്രവൃത്തി 14:12 വാക്യമാണ്. ഇന്ദ്രൻ, മലയാളത്തിൽ ഇന്ദ്രൻ. എന്നാ ഈ ക്രേത്തയിലുള്ളവരുടെ വിശ്വാസം, ഈ ഇന്ദ്രൻ എന്ന ദൈവം ജനിച്ച സ്ഥലമാണ് ക്രേത്ത എന്ന ദ്വീപ്. ഈ ഇന്ദ്രന്റെ ജന്മഭൂമിയാണ് ക്രേത്ത. അവരുടെ നടുവിൽ ഒരു മനുഷ്യനായി ജീവിച്ച് പിന്നെ മനുഷ്യർക്കൊക്കെ നന്മ ചെയ്തു. പക്ഷെ ഈ സിയൂസിന്റെ പ്രത്യേകത, നാക്കെടുത്ത കള്ളം പറയത്തുള്ളൂ. ഞാനിത് പറയാൻ കാരണമുണ്ട്. ഈ മതങ്ങളുടെ കടന്നാക്രമണം വരും, നമ്മുടെ പിള്ളേരൊക്കെ അങ്ങ് വായും പൊളിച്ച് നിൽക്കുക. കാരണം അവർ ഓർക്കുന്ന യേശു എന്തോ ഒരു മോശക്കാരനാണ്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, there is no one like Jesus. There is no ethical, moral, superlative like Jesus and like the God of the Bible. ചരിത്രത്തിൽ ഓൾറെഡി പറഞ്ഞു, ഉൽപ്പത്തിയുടെ ആദ്യ താളുകളിൽ പറഞ്ഞു, ബൈബിളിലെ പഴയ നിയമ താളുകളിൽ പറഞ്ഞു, അവൻ ഭോഷ്ക് പറയാത്ത ദൈവമാണ്. അവൻ പറഞ്ഞതുപോലെ അപ്പോയിന്റഡ് ടൈമിൽ, പറഞ്ഞ സമയത്ത്, കാലത്തിന്റെ തികവിൽ, സിയൂസിനെ പോലെയല്ല, ഇന്ദ്രനെ പോലെയല്ല, വായെടുത്ത നുണ പറയുന്ന ദൈവത്തെ പോലെയല്ല, സത്യം മാത്രം പറയാൻ കഴിയുന്ന ദി അൺലൈങ് ഗോഡ്, നുണ പറയാൻ കഴിയാത്ത ദൈവം തന്റെ വചനം നിവർത്തിച്ചു. കാലത്തിന്റെ തികവിൽ തന്റെ പുത്രനെ അയച്ചു. ദൈവകൃപ ഉദിച്ചു. അതിനു മുൻപേ ദൈവകൃപയില്ലേ? നിത്യനായ ദൈവം നിത്യനായി തന്നെ നിത്യത മുഴുവൻ കൃപയുള്ളവനാ. പക്ഷെ ആ കൃപ നമുക്ക് വേണ്ടി ഉദിച്ചത് 2000 വർഷത്തിന് മുൻപേ പലസ്തീന്റെ മണ്ണിൽ അവൻ ഭൂജാതനായി തീർന്നപ്പോൾ ആ കൃപ ചരിത്രത്തിൽ ഉദിച്ചു. ആ കൃപ ഉദിച്ചതിന്റെ അനന്തര ഫലമാണ് പൗലോസ് പറയുന്നു, ദി അപ്പോയിന്റഡ് ടൈം he appeared, the eternal life appeared എന്ന് പറയുക മാത്രമല്ല, മലയാളത്തിലെ തർജ്ജിമ നോക്കുമ്പോൾ, ഞാൻ ഇംഗ്ലീഷിൽ പോകുന്നില്ല, ഇംഗ്ലീഷിൽ 1:4 മലയാളത്തിലെ ആ വാക്യം ഒന്ന് എടുത്തു നോക്കിയാൽ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ രക്ഷിതാവും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ മുന്നോട്ട് ഞാൻ വായിക്കുന്നില്ല, എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ ദൈവകൃപ ഉദിച്ചു. നമ്മൾ ചിന്തിച്ചു അതിന്റെ 1-ാം ഭാഗം, ചരിത്രത്തിൽ ദൈവകൃപ ഉദിച്ചു. യേശു കർത്താവിൽ ജീവനുള്ള വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാകുന്ന യേശുവിൽ ദൈവകൃപ ഉദിച്ചു. പക്ഷെ പൗലോസ് തീത്തോസിന്റെ ആദ്യ വാക്യങ്ങളിൽ പറയുന്നത്, അവിടെ മാത്രമല്ല, ഞങ്ങളെ ഭരമേൽപ്പിച്ച വചനത്തിൽ. Jesus is the living word. Bible is the written word. ലിവിംഗ് വേർഡ് ആയ ജീസസിൽ എങ്ങനെ ദൈവകൃപ ഉദിച്ചു, അല്ലെങ്കിൽ ലിവിംഗ് വേർഡ് ആയ ജീസസ് ആണ് ദി എംബോഡിമെന്റ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. അതുപോലെ തന്നെ
അതിന്റെ തുടർച്ചയായി യേശുവിനെ തീത്തോസ് നേരിട്ട് കണ്ടിട്ടില്ല. പൗലോസ് വേണ്ടും വണ്ണം നേരിട്ട് യേശുവിനെ പരിചയപ്പെട്ടിട്ടില്ല. യോഹന്നാൻ പറയുന്നത് പോലെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ തൊട്ടു. 1 യോഹന്നാൻ 1:1. ഞങ്ങൾ സ്പർശിച്ച ജീവന്റെ വചനം. അങ്ങനെ നേരിട്ട് സ്പർശിക്കുവാൻ നമ്മൾക്കും കഴിഞ്ഞില്ല. പക്ഷേ ഈ ചരിത്രത്തിൽ ഉദിച്ച ദൈവകൃപ അനുഭവിക്കുവാൻ ദൈവം നിയമിച്ച നിത്യമാധ്യമമാണ് ദ പ്രൊക്ലെയിംഡ് വേർഡ്. ആ ദൈവകൃപ ഉദിച്ചെന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ യേശുവിനെ നോക്കിയാൽ അറിയാം എന്താണ് ദൈവകൃപ. തീത്തോസ് 1:1 ഞങ്ങളെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തി. വചനഘോഷണത്തിലാണ് ദൈവകൃപ വ്യാപരിക്കുന്നത്. ഈ വചനത്തിലാണ് ദൈവകൃപ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. യേശുവിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ വചനത്തിലുണ്ട്. ഈ യേശുവിന്റെ സ്വഭാവത്തിന് ചേരാത്തതൊന്നും ഈ വചനത്തിലില്ല. യേശു ജീവനുള്ള വചനമാണെങ്കിൽ, ജീവന്റെ വചനമാണെങ്കിൽ ഇത് എഴുതപ്പെട്ട വചനമാണ്, എഴുതപ്പെട്ട തിരുവെഴുത്താണ്. ചരിത്രത്തിൽ യേശുവിനെ നോക്കി അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ നടുവിൽ കൂടാരമടിച്ചവനെ കണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഞങ്ങളും കണ്ടു. ഞങ്ങൾ നേരിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടില്ല എങ്കിലും ആത്മാവിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നിത്യ തിരുവെഴുത്തിൽ ഓരോ ദിവസവും വായിക്കുമ്പോൾ യേശുവിന്റെ കൃപ ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ യേശുവിന്റെ കൃപ ഇതിന്റെ ഓരോ താളുകളിൽ വെളിപ്പെട്ടിരിക്കുക. ശരീരത്തിന്റെ ഏത് ഭാഗത്ത് മുറിച്ചാലും രക്തം പൊട്ടി ഒഴുകുന്നത് പോലെ ബൈബിളിലെ ഏത് താളെടുത്താലും ദൈവകൃപ അവിടെ നിറഞ്ഞു നിൽക്കുക. യേശുവിൽ ദൈവകൃപ, തിരുവെഴുത്തിൽ ദൈവകൃപ. അവസാനമായി ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതയാത്രയിൽ ഏതോ ഒരു സാഹചര്യത്തിൽ ഈ ദൈവകൃപ നമ്മളെയും തേടി വന്നില്ലേ? നമ്മളെ തേടി വന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവകൃപ ഉദിച്ച ആ ദിവസം ഒന്ന് ഓർത്തെ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. നമ്മുടെ ജീവിതത്തിൽ ആ ദൈവകൃപ നമ്മളെ സ്പർശിച്ച ആ ദിവസം ഒന്ന് ഓർത്തെ, ആ രാത്രി ഒന്ന് ഓർത്തെ. റിമെമ്പർ ദാറ്റ് ഡേ. ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്, ഹെവൻസ് കെയിം ഡൗൺ ആൻഡ് ഗ്ലോറി ഫിൽഡ് മൈ സോൾ വെൻ അറ്റ് ദ ക്രോസ് ജീസസ് മെയ്ഡ് മീ ഹോൾ ഓൾ മൈ സിൻസ് വെർ വാഷ്ഡ് അവേ മൈ നൈറ്റ് വാസ് ടേൺഡ് ഇൻടു ഡേ. നമ്മുടെ അന്ധകാരത്തിൽ ഈ ദൈവകൃപ ഉദിച്ച നിമിഷമില്ലേ, അത് മറന്നു പോകരുത്. ജീവിതത്തിന്റെ തിരക്കിൽ അത് മറന്നു പോകരുത്. ഭൗതിക ഉയർച്ച കിട്ടുമ്പോൾ അത് മറന്നു പോകരുത്. നമ്മൾക്കും വേണ്ടി ഈ ദൈവകൃപ ഉദിച്ചിരുന്നു. ഉദിച്ചതോർത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ നിന്നുകൊണ്ട് ഈ വാക്യത്തെ തൊട്ടുകൊണ്ട് അനേക കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുവെങ്കിലും this is recorded. I will request you, if you get some time while on your way to work, please listen to this. ഞാൻ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും ഞാൻ കരുതിക്കൂട്ടി പറഞ്ഞതല്ല. ദൈവസഭയോടുള്ള ചില വ്യക്തമായ ദൂതുകളുണ്ട്. സഭയോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയുണ്ട്? ആർ വി സ്റ്റാൻഡിങ് ഫോർ ദ ചർച്ച്? മെയിനായിട്ട് കർത്താവ് ഇന്ന് ഇടപെട്ട ഒരു ദൂത് എനിക്കും ബോധ്യമായത് സബ്മിഷൻ എന്ന വിഷയം. അത് നമ്മളിൽ വെളിപ്പെടുന്നുണ്ടോ? കുടുംബത്തിൽ വെളിപ്പെടുന്നുണ്ടോ? സഭയിൽ വെളിപ്പെടുന്നുണ്ടോ? ഇതിനെല്ലാം നിദാനം ഈ ദൈവകൃപ ഈ സബ്മിഷൻ നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ, ദൈവസഭയ്ക്ക് വേണ്ടി പൗലോസിനെ പോലെ ഉള്ളൊരു ആവേശം നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ, പൗലോസ് പറയും, ഞാൻ ആദ്യം പറഞ്ഞത് മറക്കരുത്, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന ഒരു തേജസ്, സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം, അത് കണ്ടപ്പോൾ എന്റെ കണ്ണ് അന്ധത പിടിച്ചെങ്കിലും, പുറത്തെ കണ്ണ് അന്ധമായെങ്കിലും അകക്കണ്ണ് ഞാൻ തുറന്നു. സഭ എന്ന വെളിപ്പാട് പ്രാപിച്ചു, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചു. അന്ന് മുതൽ എന്റെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ള ദൈവസഭ, ദൈവരാജ്യം, ദൈവത്തിന്റെ നാമമഹത്വം. നമ്മളും ക്ലെയിം ചെയ്യുന്ന ഇതാ. ഇന്ന ഡേറ്റിൽ നമ്മുടെ ബൈബിളിലെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്, ഡേറ്റ് ഓഫ് സാൽവേഷൻ December 28, 1997. ഞാനൊരു ഡേറ്റ് പറഞ്ഞതാ. എന്ത് തന്നെ ആയാലും ഡേറ്റ് ഒക്കെ എഴുതുന്നത് നല്ലതാ. ദൈവകൃപ ഉദിച്ചിട്ടുണ്ടെങ്കിൽ സഭയോടുള്ള മനോഭാവത്തിൽ കാണാം. ദൈവകൃപ ഉദിച്ചിട്ടുണ്ടെങ്കിൽ സബ്മിഷൻ, ആത്മീക നേതൃത്വത്തോടുള്ള സബ്മിഷൻ ആകട്ടെ, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോടുള്ള സബ്മിഷൻ ആകട്ടെ. പല വീടുകളിലും കുഞ്ഞുങ്ങളാണ് അവിടുത്തെ ഭരണം. കുഞ്ഞുങ്ങൾ പറയുന്നതാണ് കുക്ക് ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾ പറയുന്ന ചാനലാണ് ടിവിയിൽ വെക്കുന്നത്, കുഞ്ഞുങ്ങളാണ് അവിടുത്തെ ദാദ. ബോംബെ ഭാഷയിൽ പറഞ്ഞാൽ ദാദാ കളിക്കല് പിള്ളേര്. കുഞ്ഞുങ്ങൾ ദാദയൊന്നും ആകരുത്. നിങ്ങളുടെ റോള് സബ്മിറ്റ് ടു യുവർ പാരന്റ്സ്. Submit to your parents. Don't overrule them. Don't try to make them little with your 2 cents of knowledge.
സബ്മിറ്റ്. എനിക്കറിയാം സമയം ഒത്തിരി മുൻപോട്ട് പോയി. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുക. മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ഭാര്യ ഭർത്തൃബന്ധം, ദൈവദാസൻ ദൈവസഭ ബന്ധം, ഇതിലെല്ലാം ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമമുണ്ട്. ആ ക്രമം തെറ്റിയാൽ ദൈവാനുഗ്രഹമല്ല, ദൈവത്തിന്റെ ക്രോധമാണ് വെളിപ്പെടുന്നത്. നമുക്ക് മാനസാന്തരപ്പെടുവാനുള്ള മേഖലകൾ പരിശുദ്ധാത്മാവ് എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തുമ്പോൾ ഒന്ന് സമർപ്പിക്കാമോ? ഈ പറയുന്ന ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ പെർഫെക്റ്റ് ആയ ഒരു പെഡിസ്റ്റലിൽ നിന്നുകൊണ്ടല്ല പറയുന്നത്. ദൈവം വെളിപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് മറച്ചു വെക്കാൻ കഴിയത്തില്ല. എന്റെ ക്വാളിഫിക്കേഷൻ വെച്ചോ എന്റെ പ്രായം വെച്ചോ അല്ല ഞാനിത് പറയുന്നത്. ദൈവം വെളിപ്പെടുത്തി, ദൈവം അരുളി ചെയ്തു എന്നുള്ള ഒറ്റ പ്രാഗൽഭ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ദൂത് പറയുന്നത്. ദൈവസഭ ഏറ്റെടുക്കണം, കുടുംബങ്ങൾ ഏറ്റെടുക്കണം. ഉദിച്ച ദൈവകൃപ വെറുതെ ആയി പോകരുത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.